വൃന്ദാവനേശ്വരി രാധേ രാധേ വൃന്ദാവനേശ്വരി രാധേ രാധേ വൃന്ദാവനേശ്വരി രാധേ രാധേ വൃന്ദാവനേശ്വരി രാധേ രാധേ പ്രിയവര സുന്ദരി രാധേ രാധേ പ്രിയവര സുന്ദരി രാധേ രാധേ വൃന്ദാവനേശ്വരി രാധേ രാധേ വൃന്ദാവനേശ്വരി രാധേ രാധേ പ്രിയവര സുന്ദരി രാധേ രാധേ പ്രിയവര സുന്ദരി രാധേ രാധേ നവ മോഹന മോഹിനി രാധേ രാധേ നവ മോഹന മോഹിനി രാധേ രാധേ കളകം സഗാമിനി രാധേ രാധേ കളകം സഗാമിനി രാധേ രാധേ നവ മോഹന മോഹിനി രാധേ രാധേ നവ മോഹന മോഹിനി രാധേ രാധേ കളകം സഗാമിനി രാധേ രാധേ കളകം സഗാമിനി രാധേ 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 ശ്രീ 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 രാധേ രാധേ വൃന്ദാവനേശ്വരി രാധേ രാധേ വൃന്ദാവനേശ്വരി രാധേ രാധേ പ്രിയവര സുന്ദരി രാധേ രാധേ പ്രിയവര സുന്ദരി രാധേ രാധേ നവ മോഹന മോഹിനി രാധേ രാധേ നവ മോഹന മോഹിനി രാധേ രാധേ കളകം സഗാമിനി രാധേ രാധേ കളകം സഗാമിനി രാധേ 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 ശ്രീ 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 രാധേ രാധേ ജയ് ശ്രീ 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 രാധേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈശാനുചരിതം എന്ന ലക്ഷണത്തോടു കൂടിയ നവമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ രണ്ട് വംശങ്ങളുടെ കഥ വർണ്ണിക്കുകയാണ്. നമുക്കൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് അറിയണില്ല. അതറിയാനുള്ളൊരു പക്വത നമുക്ക് ആവശ്യമുണ്ട്. അത് നേടാനാണ് നമ്മളിപ്പോൾ ഇതൊക്കെ കേൾക്കുന്നത്. പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുമ്പോഴും അതൊക്കെ ഭഗവാനെ ആശ്രയിച്ച് തരണം ചെയ്ത രാജാക്കന്മാരുടെ കഥ വർണ്ണിക്കുന്നു. അതിലെ സൂര്യവംശം ഏറെക്കുറെ കഥകളൊക്കെ വർണ്ണിച്ച് നിർത്തുകയാണ്. ഇനി ചന്ദ്രവംശം വർണ്ണിക്കുകയാണ്. ചന്ദ്രൻ്റെ മകൻ ബുധൻ, ബുധൻ്റെ മകൻ പുരൂരവസ്, പുരൂരവസ് ഉർവശിയെ കണ്ട് ഭ്രമിച്ച കഥ. അതൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഈ കഥകളൊന്നും 100 വർഷം ഉണ്ടെങ്കിൽ പോലും പറഞ്ഞു തീരില്ല എന്ന് ഇവിടെ തന്നെ പറയുകയാണ്. വർഷശതൈരവി, ഒരു 100 വർഷം ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ കഥകളൊന്നും രാജാക്കന്മാരുടെ കഥ പറഞ്ഞു തീരില്ല. ഇന്നാളുടെ മകൻ നാൾ, ഇന്നാളുടെ മകൻ നാൾ, ഇങ്ങനെ പറഞ്ഞ് പോവുകയാണ്. തത്സുത തീവണ്ടി പോണത് പോലെ. അതുകൊണ്ട് തന്നെ ഒരു തീവണ്ടിയായിട്ട് പറയാറുണ്ട്. കുറേ ഭോഗിയിലിങ്ങനെ രാജാക്കന്മാരെ കുത്തി നിറച്ചങ്ങനെ കൊണ്ടുപോവുകയാണ്. അതിലെ കഥ വർണ്ണിച്ച് വരുമ്പം ചന്ദ്രവംശത്തിലെ ഗാധി എന്ന് പേരായിട്ട് രാജാവ്. ഗാധി വിവാഹം കഴിച്ചു സത്യവതിയെ. ഗാധിക്ക് പുത്രി സത്യവതി. ആ സത്യവതിയെ വിവാഹം കഴിച്ചത് ഋജീകനാണ്. ഋജീകൻ സത്യവതിയെ വിവാഹം കഴിച്ചു. അങ്ങനെ അതിലൊരു മകനുണ്ടായി ജമദഗ്നി. ജമദഗ്നി വിവാഹം കഴിച്ചു രേണുകയെ.
രേണുകയിൽ ജമദഗ്നിക്കുണ്ടായി മകൻ, അതാണ് ഭഗവാൻ തന്നെയാണ്, രാമനായിട്ട് അവതരിച്ചു. രാമൻ എന്നുള്ള പേരിൽ, പക്ഷെ അറിയപ്പെട്ടത് പരശുരാമൻ എന്നാണ്. കയ്യിലെപ്പോഴും മഴു കയ്യിലുണ്ട്. പരശു എന്ന് പറഞ്ഞാൽ മഴുവാണ്, അത് കൈ പിടിച്ച് നടക്കുക. അങ്ങനെ ജാത്യ ബ്രാഹ്മണനാണെങ്കിലും കർമ്മം കൊണ്ട് ക്ഷത്രിയനായി മാറി. കർമ്മം നോക്കിയിട്ടാണ് ഏതാന്ന് കണക്കാക്കുക. അങ്ങനെ പരശുരാമൻ്റെ കഥ ആവേശ അവതാരമാണ്. അക്കാലത്ത് ക്ഷത്രിയർക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, അതില്ലാണ്ടിയാക്കാനാണ് ഈ അവതാരം എന്നൊന്ന് സൂചിപ്പിച്ചു. അക്കാലത്ത് കാർത്തവീര്യാർജുനൻ വലിയ കേമന, രാവണനെ കൊണ്ടുപോയിട്ട് കൂട്ടിലിട്ട ആളാണ്. 10 തലമുള്ളൊരു ജന്തുവിനെ കണ്ടപ്പോൾ വലിയ അത്ഭുതമായി. അദ്ദേഹം കൊണ്ടുപോയി പത്നിമാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ, ഒരു പ്രത്യേക ജന്തു എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അത്രയ്ക്ക് കേമനാണ് ആര്? ഈ ഒരു കാർത്തവീര്യാർജുനൻ. അപ്പോൾ എത്ര കണ്ട് കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നാണ്. ആ കാർത്തവീര്യാർജുനൻ ഒരിക്കൽ നായാട്ടിന് വന്ന സമയത്ത് വിശപ്പും ദാഹവും ആശ്രമത്തിൽ വന്നു ജമദഗ്നിയുടെ. നല്ല ദാഹമുണ്ട്, ലേശം വെള്ളം തരുമോ ചോദിച്ചു. ജമദഗ്നി പറഞ്ഞു, ഉച്ച സമയമല്ലേ, ഊണ് കഴിച്ചുകൂടെ? വേണ്ട, കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 500 പേരുണ്ട്, അവർക്കൊക്കെ കൊടുക്കാണ്ട് ഞാൻ കഴിക്കാൻ പറഞ്ഞാൽ മോശമല്ലേ. 500 പേരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇവിടെ അതിനൊക്കെയുള്ള വകുപ്പുണ്ടെന്ന് പറഞ്ഞു. അത്ഭുതമായി രാജാവിന്. കൊട്ടാരത്തിൽ ഇത്ര വകുപ്പില്ല. അപ്പോൾ ഇവിടെ കുടിലിൽ ഈ ആശ്രമത്തിൽ 500 പേർക്ക് സദ്യ കൊടുക്കാനുള്ള വകുപ്പോ? ഏതായാലും കൈയഴുകിയിരുന്നു എല്ലാവരും. ഗംഭീര സദ്യ. അതങ്ങോട്ട് കഴിച്ച സമയത്ത് രാജാവിന് തോന്നുകയാണ്, ഇത്രയൊക്കെ കഴിവ് ഇവർക്ക് എവിടുന്ന് കിട്ടി? നല്ല കൈയൊക്കെ കഴുകി അടുത്ത് വന്ന് ചോദിച്ചു, എന്നാലും മഹർഷേ, എവിടുന്ന് അങ്ങേക്ക് ഇതിനുള്ള ഇൻകം അറിയണ്ടേ? രാജാവുമ്പോൾ അന്വേഷിക്കണമല്ലോ, ഇത് എവിടുന്നതിനുള്ള കാശ് അങ്ങേക്ക് എവിടുന്നാണ് കിട്ടുന്നത് ഇത്രയൊക്കെ ചെയ്യാൻ? അപ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞു. എല്ലാവരും സത്യമൊന്നും പറയരുത്. ഇത് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു പശുവുണ്ട്, കാമധേനുവിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു പശുവുണ്ട്, അത് ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്, ഇവരുടെ ഗുണം കണ്ടപ്പോൾ അങ്ങോട്ട് കൊടുത്തതാണ്, ദേവന്മാർ കൊടുത്തതാണ്, അതിനോട് എന്ത് ചോദിച്ചാലും തരും. പിന്നെ ഞങ്ങളൊന്നും അധികം ചോദിക്കാറില്ല, അതാണ്, അതുകൊണ്ടാണ് കൊടുത്തതും. പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പം എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പം കിട്ടും, ഇത്രയേ ഉള്ളൂ. അതിനോട് എന്ത് ചോദിച്ചാലും കിട്ടും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. യാഗത്തിൻ്റെ ആവശ്യത്തിനുള്ള സാധനമൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ പശു എന്നൊക്കെ പറഞ്ഞു. എന്ത് ചോദിച്ചാലും കിട്ടും എന്ന് അറിഞ്ഞ സമയത്ത് രാജാവിന് അത്ഭുതമായി. അങ്ങനൊരു പശു ഉണ്ടെങ്കിൽ അത് കൊട്ടാരത്തിലല്ലേ വേണ്ടത്? ഭാവം മാറി. ഇയാളെയൊക്കെ വിളിച്ചു വരുത്തി ഊണ് കൊടുത്തത് അബദ്ധമായത്. അവിടേക്ക് അങ്ങോട്ട് പോട്ടേച്ചാൽ മതി. പറഞ്ഞത് കേട്ടില്ല, പിടിച്ചങ്ങോട്ട് കൊണ്ടുപോയി. ആര്? ആ പശുവിനെ കൊണ്ടുപോയി. ഈ വാർത്ത പരശുരാമൻ വന്നപ്പം അറിഞ്ഞു. അച്ഛനാകെ വിഷമിച്ചിരിക്കുകയാണ്. അടുത്ത് വന്ന് കാര്യം ചോദിച്ചു, അച്ഛൻ കൊടുത്തതാണോ കൊണ്ടുപോയതാണോ? അച്ഛൻ കൊടുത്തതാണോ കൊണ്ടുപോയതാണോ? കൊടുത്തതാണോ കൊണ്ടുപോയതാണോ? അവസാനം അച്ഛൻ പറഞ്ഞു, കൊടുത്തതല്ല. ആ മതി. ഘോരമാതായ പരശും. ആ മഴുവും കണ്ടെടുത്ത് ആര് പുറപ്പെട്ടു? പരശുരാമൻ പുറപ്പെട്ടു. കാർത്തവീര്യാർജുനൻ ആയിരക്കണക്കിന് കൈകൾ, അത് മുഴുവൻ അങ്ങോട്ട് മുറിച്ചു. തല കണ്ടപ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നി, അതും വെട്ടി. അങ്ങനെ ചോരയിൽ കുളിച്ച് പശുവിനെയും കൊണ്ട് ആര് വരുന്നുണ്ട്? പരശുരാമൻ തിരിച്ചു വരികയാണ്. പശുവിനെയും കൊണ്ട് വരുന്നത് കണ്ട സമയത്ത് അച്ഛൻ അടുത്ത് വന്ന് ചോദിച്ചു, നീ കൊന്നു അദ്ദേഹത്തെ? കൊന്നു. രാമ രാമ മഹാബാഹോ ഭവാൻ പാപമകാരഷീത്. നമ്മൾ ബ്രാഹ്മണരല്ലേ, ഗായത്രി ജപിക്കുന്നവരല്ലേ, ഇങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം ശരിയാണോ? നമ്മൾ ക്ഷമിക്കല്ലേ വേണ്ടത്? രാജാവ് അത് ക്ഷത്രിയനാണ്, അദ്ദേഹത്തിന് അങ്ങനെയൊക്കെയുള്ള സ്വഭാവമായിരിക്കും, നമ്മളങ്ങനെ പാടുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞു. നിൻ്റെ മനസ്സൊന്ന് ശാന്താവട്ടെ, ക്ഷമിക്കുകയാണ് വേണ്ടത്, അതുകൊണ്ട് സത്വഗുണം വർദ്ധിക്കട്ടെ, അതിനുവേണ്ടി തൽക്കാലം നീ തീർത്ഥാടനത്തിന് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ആ ഉണ്ണിയെ പറഞ്ഞയച്ചു തീർത്ഥാടനത്തിന്. അച്ഛൻ പറഞ്ഞതല്ലെന്ന് കരുതി ആ പരശുരാമൻ തീർത്ഥാടനത്തിന് പോയി. ആ സമയത്തേക്ക് എന്താ ഉണ്ടായിച്ചാൽ അപ്പോഴേക്കും കാർത്തവീര്യാർജുനൻ്റെ മക്കൾ വന്നിട്ട് പകരം വീട്ടി. ഇവിടത്തെ ആരെ കൊന്നു? ജമദഗ്നിയെ കൊന്നു. തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം രേണുക അമ്മ നെഞ്ചത്തടിച്ച് കരയാണ്. ബ്രാഹ്മണനാണെങ്കിൽ പോയി തടയുക ചെയ്യുക, അമ്മ വേണ്ട എന്ന് പറഞ്ഞ് തടയുക ചെയ്യുക. ഇത് രജോഗുണമാണ് കുറച്ചേ. അദ്ദേഹം ഇങ്ങനെ മാറി നിന്ന് എണ്ണുകയാണ്, അമ്മ എത്ര പ്രാവശ്യം അടിക്കുന്നുണ്ട്? 1 2 3 4 5 6 7 21 പ്രാവശ്യം അടിച്ചു. അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മേ ഇനി അടിക്കാൻ വെച്ചാൽ അടിക്കുകയൊക്കെ ചെയ്യാം, എന്തായാലും ഞാൻ തീരുമാനിച്ചത് അമ്മ എത്ര പ്രാവശ്യം അടിച്ചു അത്രയും തലമുറ ക്ഷത്രിയന്മാരെ ഞാൻ വധിക്കും. അമ്മ നിർത്തി. അവിടുന്ന് അങ്ങോട്ട് മഴ എടുത്ത് വീണ്ടും പുറപ്പെട്ടു. ക്ഷത്രിയന്മാരെ തെരഞ്ഞു പിടിച്ച് വധിക്കുക. ദുഷ്ടന്മാരങ്ങനെ തെരഞ്ഞു പിടിച്ച് വധിക്കാൻ തുടങ്ങി. അവരുടെ ചോര കൊണ്ടൊരു തീർത്ഥം ഉണ്ടാക്കി. അതാണ് കുരുക്ഷേത്രം. ഹരിയാനയിലുള്ള ഈ ഒരു തീർത്ഥം പരശുരാമ നിർമ്മിതമാണത്. അങ്ങനെ ദുഷ്ടക്ഷത്രിയന്മാരെ മുഴുവൻ വധിച്ചു. ധാരാളം സമ്പത്തുണ്ട്, അതൊക്കെ സജ്ജനങ്ങളായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഭട്ടതിരിപ്പാട് പറയും, അങ്ങനെ കേരളത്തെ ഉദ്ധരിച്ചു. ഇപ്പോഴത്തൊരു കേരളീയനാണ്, അപ്പോൾ ആ കൂട്ടത്തിൽ അതൊന്നും പറയുമല്ലോ. കേരളത്തെ മഴു എറിഞ്ഞു എന്നൊക്കെയാണ് പറയുക. മഴു എറിഞ്ഞു എന്നാണോ വെച്ചാൽ അദ്ദേഹം ശ്രുവ് എറിഞ്ഞു എന്നാണ് പറയുന്നത്. മേൽപ്പത്തൂര് എന്ന് പറഞ്ഞാൽ യജ്ഞം കൊണ്ട് ആ ഒരു ക്ഷേത്രത്തെ, പണ്ട് കടലെടുത്തതായിരുന്നു, അതിനെ ഒന്നുകൂടി ഭംഗിയാക്കി സജ്ജനങ്ങൾക്ക് കഴിയാൻ പാകത്തിനാക്കി. തൻ്റെ യോഗശക്തി കൊണ്ട് മരിച്ചുപോയ അച്ഛനെ ജീവിപ്പിച്ചു.
സമ്പത്ത് മുഴുവൻ സജ്ജനങ്ങൾക്ക് ദാനം ചെയ്ത് അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയി. അവിടെ എപ്പോഴും ചിരഞ്ജീവിയായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ ആ പരശുരാമ അവതാരം എന്ന് സൂചിപ്പിച്ചു. ആ വംശം വർണ്ണിച്ച് വരുമ്പോൾ അതിൽ യയാതി എന്ന് പേരായിട്ടൊരു രാജാവ്, ആ രാജാവ് ക്ഷത്രിയ സ്ത്രീയെയും കഴിച്ചു ബ്രാഹ്മണ സ്ത്രീയെയും കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത്ഭുതമായി. അതങ്ങനെ ബ്രാഹ്മണ സ്ത്രീയെ ക്ഷത്രിയർ പണ്ട് കാലത്ത് കഴിക്കാറില്ലല്ലോ. ഇങ്ങനെ പ്രതിലോമമായിട്ട് അങ്ങനെ വിവാഹം നടന്നു. അതും ശുക്രാചാര്യയുടെ മകള് ദേവയാനിയെ വിവാഹം കഴിച്ചു യയാതി. പറഞ്ഞു കഥ. അവിടുത്തെ രാജാവ് വൃഷപർവാവ്, അദ്ദേഹത്തിൻ്റെ മകളാണ് ശർമ്മിഷ്ഠ. അവിടുത്തെ ഗുരുനാഥൻ ശുക്രാചാര്യരുടെ മകളാണ് ദേവയാനി. ശർമ്മിഷ്ഠനും ദേവയാനി വലിയ കൂട്ടുകാരികളാണ്. അവരൊരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചാണ് കളിക്കുക, ഒരുമിച്ചാണ് കുളിക്കുക. അങ്ങനെ അവരൊരിക്കലും കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്തിലൂടെ ദേവന്മാരങ്ങോട്ട് പോയപ്പം കരയ്ക്ക് കയറി വസ്ത്രം എടുത്തതാണ്. കൊടുത്തപ്പോൾ തമ്മിൽ മാറി. ദേവയാനി അങ്ങോട്ട് കയറി കൊടുത്തപ്പോൾ ശർമ്മിഷ്ഠയുടെ വസ്ത്രം കൊടുത്തത്. ശർമ്മിഷ്ഠ രാജാവിൻ്റെ മകളാണ്. ശർമ്മിഷ്ഠയ്ക്ക് ദേവയാനി തൻ്റെ വസ്ത്രം കൊടുത്തത് ഇഷ്ടമായില്ല. കാരണം അവൾ തൻ്റെ വസ്ത്രത്തിനോട് അല്ലെങ്കിൽ അവൾക്കൊരു മോഹമുണ്ട്. രാജാവിൻ്റെ ഡ്രസ്സാകുമ്പോൾ കുറച്ച് വില കൂടിയ ഡ്രസ്സാവില്ല. ആ എംബ്രോയിഡറി വർക്കൊക്കെ അവൾക്ക് വലിയ താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഒരു കണക്കാക്കിയിട്ട് എന്ത് ചെയ്തത്, മോഹിച്ച് വേഗം ചാടി കയറി പോയി കൊടുത്തതല്ലേ. നീ അതുകൊണ്ടല്ലേ ചാടി കയറി കൊടുത്തത്, മാറിപ്പോയതൊന്നല്ലല്ലോ. ഒക്കെ ഇങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ സത്യം നമുക്ക് ഇഷ്ടമില്ല. എന്തായാലും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥ. പിന്നെ അവർ തമ്മിൽ പ്രശ്നമായി. നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട, എൻ്റെ അച്ഛൻ ഉപദേശിക്കാനുള്ളതുകൊണ്ടാണ് നിൻ്റെ അച്ഛൻ വലിയ കുഴപ്പമില്ലാണ്ട് രാജ്യം ഭരിക്കണം, അത് മറക്കണ്ട എന്ന് ദേവയാനി. എൻ്റെ അച്ഛനെ പറ്റിച്ചിട്ട് കാശുണ്ടാക്കല്ലേ നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു. അങ്ങോട്ട് ചുരുക്കാൻ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമായി. ആ പോകുന്ന സമയത്ത് ശർമ്മിഷ്ഠ ദേവയാനിയെ ആ വസ്ത്രം അങ്ങോട്ട് വാങ്ങിയിട്ട് തള്ളിട്ടു പൊട്ടക്കാട്ടിലേക്ക്. എന്നിട്ട് ആര് പോയി? ശർമ്മിഷ്ഠ പോയി കൊട്ടാരത്തിലേക്ക്. ദേവയാനി അവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് ശർമ്മിഷ്ഠയെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ കിണറിലിരിക്കുക. അപ്പോഴാണ് നമ്മുടെ പാവം യയാതി നായാട്ടിന് വരുന്നത്. ഈ നായാട്ടാണ് ഈ രാജാക്കന്മാർക്ക് പ്രശ്നത്തിൻ്റെ കാരണം. എല്ലാ രാജാക്കന്മാരും കുടുങ്ങുന്നത് നായാട്ടിന്. പണ്ട് ദുഷ്യന്തം കുടുങ്ങിയത് അങ്ങനെയാണ്. പരീക്ഷത്ത് കുടുങ്ങിയത് നായാട്ടിന് പോയിട്ടാണ്. എവിടെ യയാതി അങ്ങനെ നായാട്ടിന് പോയി. അങ്ങനെ അദ്ദേഹം അങ്ങനെ വെള്ളം കിട്ടാണ്ട് വല്ലാണ്ട് ക്ലേശിച്ചു. അങ്ങനെ കിണർ നോക്കി നടക്കുമ്പോൾ ഒരു കണ്ടിൽ ആരെ കണ്ടു? കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്, വസ്ത്രമില്ലാണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ വലിയ വേഷ്ടിയാണല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ അവളങ്ങനെ കയറി വരികയാണ്. അപ്പോൾ കൈ പിടിച്ചങ്ങോട്ട് കിണറിൻ്റെ പക്കത്ത് നിർത്തി. എന്നാൽ ശരിയിട്ടൊന്ന് പറഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ അവൾ പറഞ്ഞു, അങ്ങെങ്ങനെയാണ് എന്നെ ഉപേക്ഷിച്ച് പോവുക, അങ്ങ് എൻ്റെ ഭർത്താവല്ലേ, ആര്യപുത്ര അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഏത് വകയിൽ? നിന്നെ ഞാൻ ഇപ്പം കാണുകയാണല്ലോ, നീ എങ്ങനെ എൻ്റെ ഭാര്യയാവുക? പുടവ തന്നു, കൈ പിടിച്ചു, ചടങ്ങ് കഴിഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞു, നീ അതിന് ബ്രാഹ്മണ സ്ത്രീയല്ലേ, ശുക്രാചാര്യയുടെ മകളല്ലേ, ഞാൻ രാജാവല്ലേ, ക്ഷത്രിയനല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് ചെറുപ്പത്തിലെ കജൻ എന്നെ ശപിച്ചിട്ടുണ്ട്, ബ്രാഹ്മണർ കഴിക്കില്ല എന്ന്. പിന്നെ അടുത്ത ഓപ്ഷൻ. അപ്പം പിന്നെ അതിൽ അച്ഛനോട് സംസാരിക്കാം. അങ്ങനെ യയാതി ചെന്നു, ശുക്രാചാര്യരെ കണ്ടു, അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ദേവയാനിയെ യയാതി വിവാഹം കഴിച്ചു. ദേവയാനിക്ക് പക്ഷേ ശർമ്മിഷ്ഠയോടുള്ള ദേഷ്യം അപ്പോഴും പോയില്ല. കൊട്ടാരത്തിൽ ശർമ്മിഷ്ഠ അങ്ങനെ സുഖിച്ചിട്ട് കഴിയല്ലേ, അത് വേണ്ട. അവൾ കല്യാണം കഴിക്കാൻ പാടില്ല, അവൾ തൻ്റെ കൂടെ കണ്ട് വരട്ടെ, എന്നിട്ട് അവിടെ പണിക്കാരിയിട്ട് കഴിയട്ടെ. അങ്ങനെ ഇവളെ രാജാവിന് വലിയ വിഷമമുണ്ട്. കാരണം തൻ്റെ മകളുടെ ഭാവിയാണ് ഈ പോണത്. ദേവയാനിയുടെ വാശി കാരണം താൻ കല്യാണം കഴിച്ചങ്ങോട്ട് പോയാൽ പിന്നെ ശർമ്മിഷ്ഠയെ ഉപദ്രവിക്കാൻ ആരുണ്ടാവുക. അപ്പം അതുകൊണ്ട് ശർമ്മിഷ്ഠയും കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ്. മനസ്സോടെ രാജാവ് സമ്മതിച്ചു. ശുക്രാചാര്യർ പ്രത്യേകം യയാതിയോട് പറഞ്ഞു, ശ്രദ്ധിക്കണം രാജാവേ, അങ്ങയുടെ പത്നി എൻ്റെ മകള് ദേവയാനി ശർമ്മിഷ്ഠ ദാസിയാണ്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ചധികം ശ്രദ്ധിച്ചു സംശയം. ദേവയാനി 2 പ്രസവിച്ചപ്പോൾ ശർമ്മിഷ്ഠ 3. ആദ്യമൊക്കെ അച്ഛൻ ഗന്ധർവനാന്നൊക്കെ പറഞ്ഞു ശർമ്മിഷ്ഠ. കുറച്ച് കഴിഞ്ഞ് കുട്ടികൾ വലുതായപ്പോൾ അച്ഛാന്ന് വിളിച്ചങ്ങോട്ട് വരുന്നുണ്ട്, യയാതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടായി. ദേവയാനിക്ക് വലിയ വിഷമം. തൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് വർത്തമാനം പറഞ്ഞു, അങ്ങനെ കാര്യം പറഞ്ഞു, തന്നെ ഭർത്താവ് വഞ്ചിച്ചു. ശുക്രാചാര്യർക്ക് ദേഷ്യം വന്ന് അദ്ദേഹം ശപിച്ചു, വാർദ്ധക്യം വരട്ടെ, അയാളൊരു പാഠം പഠിക്കട്ടെ, വാർദ്ധക്യം വരട്ടെ, വൃദ്ധനാവട്ടെ പറഞ്ഞ് ശപിച്ചു. അങ്ങനെ യയാതി വൃദ്ധനായി. കുറച്ച് കഴിഞ്ഞപ്പം ദേവയാനിക്ക് തന്നെ തോന്നി കഷ്ടമാണ്, ഇയാളെ കാണുമ്പോൾ അങ്ങനെ ആകെ ഒരു വിഷമം. ഒരു ഫംഗ്ഷനും പോകാൻ വയ്യ. കല്യാണത്തിന് പോയ ആൾ ചോദിക്കുന്നത് ആരാ അടുത്ത് മുത്തശ്ശനാ എന്നൊക്കെ അങ്ങനെ ചോദിച്ചു അവസാനം അത് പഴയ പോലെ ആയാൽ നന്നായിന്നുണ്ട്. അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പോട്ടെ ഇപ്പം ആൾ നേരെയായിട്ടുണ്ട്, ഒന്ന് പഴയ പോലെ ആക്കുമോ. അപ്പം അച്ഛൻ പറഞ്ഞു, ശുക്രാചാര്യ പറഞ്ഞു, നീ പറയുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ മാറ്റി ആക്കാനൊന്നും പറ്റില്ല. യയാതി എന്ത് കരുതിച്ച് നന്നായി. ഏതായാലും അങ്ങനെ വൃദ്ധനാച്ചാ വൃദ്ധൻ അങ്ങനെ ഇരിക്കാനോ കരുതിയിരിക്കുകയാണ്. ഏതായാലും ഇവിടെ
ശുക്രാചാര്യ പറഞ്ഞു നിർബന്ധമാണെങ്കിൽ ഞാനൊരു വരം തരാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു വിദ്യ. മക്കൾക്കൊക്കെ അത്യാവശ്യം പ്രായമായല്ലോ, ചെറുപ്പക്കാരാണ് ഇപ്പോൾ മക്കളൊക്കെ. യദു അനു ധ്രുഹു ധ്രുവസു പൂരു ഇങ്ങനെയാണ് മക്കൾ. യദു, ബാക്കിയുള്ള തവണ നിൽക്കട്ടെ. യദു പൂരു ആദ്യത്തതും അവസാനത്തും കയ്യിൽ വെച്ചോളൂ. ഈ യദുവിൻ്റെ വംശത്തിലാണ് കൃഷ്ണൻ, പൂരുവിൻ്റെ വംശത്തിലാണ് പാണ്ഡവർ. ഇതിനാണിപ്പോൾ ഈ പൊട്ട കഥ പറയുന്നത്. കഥ വലിയ കഥയൊന്നും അല്ല, പക്ഷേ ഇത് പറയാണ്ട് ഭഗവാനിലെത്താൻ പറ്റില്ല. അതാണ് വലിയൊരു ആശയം എന്തെങ്കിലും ഇതാണ്. മക്കളുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ യൗവനം വാങ്ങാം, ഇത് പകരം വാർദ്ധക്യം കൊടുക്കാം. അങ്ങനെയുള്ളൊരു വിദ്യ ഉപദേശിച്ചു. കുറച്ചൊരു ഉളുപ്പുണ്ടെങ്കിൽ ചെയ്യരുത്. പക്ഷേ ആദ്യം മക്കളെ ഇങ്ങോട്ട് വിളിച്ചു. അതേ കുട്ടികളെ ഒന്നും ഇങ്ങോട്ട് ഒരു അച്ഛനൊരു കാര്യം പറയാനുണ്ട്. അതേ അച്ഛന് ഭോഗം അനുഭവിച്ചും മതിയായില്ല. അച്ഛന് സ്വിറ്റ്സർലാൻഡിൽ പോകണമെന്ന് മോഹമുണ്ട്, പിന്നെ ആസ്ട്രേലിയയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ കുറേ ആഗ്രഹം ഇനി ഉണ്ട്. അതുകൊണ്ട് യദു മൂത്ത മകനെ അടുത്തേക്ക് വിളിച്ചു. നീ നിൻ്റെ യൗവനം ഇങ്ങോട്ട് തരൂ, ഞാൻ പകരം വാർദ്ധക്യം ഇങ്ങോട്ട് തരാം. ആരെങ്കിലും അപ്പം കൊടുത്ത് പിണ്ണാക്ക് വാങ്ങുമോ? യദു പക്ഷേ കൊടുക്കാൻ സമ്മതാട്ടോ. യദുവിനൊരു പ്രശ്നമില്ല. അച്ഛൻ ചോദിച്ചപ്പോൾ എന്താ വെച്ചാൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ യദു ധർമ്മിഷ്ഠനാണ്. അതുകൊണ്ട് യദു ചോദിച്ചു, അച്ഛാ ഞാൻ ഈ യൗവനം ഇങ്ങോട്ട് തന്നാൽ അച്ഛന് ബദരിക്ക് പോകാനാണോ കാശിക്ക് പോകാനാ? ആണെങ്കിൽ തരാം. അല്ലല്ല, അമ്മയുടെ കൂടെ കഴിയാനാണ്. അയ്യോ, മകൻ്റെ ശരീരമായിട്ട് അമ്മയുടെ കൂടെ കഴിയുക പറഞ്ഞാൽ അത് അധർമ്മമാണ്, പാപമാണ്. അതിന് ഞാൻ അച്ഛൻ പറഞ്ഞാലും കൂട്ടു നിൽക്കില്ല. ഞാൻ എൻ്റെ ശരീരം തരില്ല, യൗവനം തരില്ല. അച്ഛനെ ദേഷ്യമായി. അച്ഛൻ ശപിച്ചു. ആരെ? നിനക്ക് രാജ്യം കിട്ടില്ല, ഇക്കണ്ട സ്വത്തൊന്നും നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. വേണ്ട അച്ഛാ, സ്വത്തും സമ്പത്തും നല്ല പ്രധാനം, ധർമ്മമാണ് മുഖ്യം. നിനക്ക് രാജ്യം ഭരിക്കാനുള്ള അധികാരം ഉണ്ടാവില്ല കേട്ടോ. വേണ്ട, എന്തൊരു രാജ്യം? അങ്ങനെ ശാപം കിട്ടിയാർക്ക്? യദുവിന് ശപിച്ചു. എല്ലാവരും കൊണ്ട് ഞെട്ടി. ആ സമയത്ത് ഭഗവാൻ അനന്തപത്മനാഭൻ അങ്ങോട്ട് എണീറ്റിരുന്നു. ഞാൻ അവതരിക്കുകയാണെങ്കിൽ ഈ യദുവിൻ്റെ വംശത്തിൽ അവതരിക്കും. എന്താ അയാളുടെ തൻ്റെ ഇടം? ശാപം കിട്ടിയ വംശമാണ്, അതിനെന്താ? ഭഗവാൻ വേണമെങ്കിൽ പൂർവംശത്തിൽ അവതരിക്കായിരുന്നു, ചെയ്തില്ല. എന്താ കാരണം? യഥോശ്ച ധർമ്മശീലസ്യ നിതരാം മുനിസത്തമ തത്രാംശേനാവതീർണസ്യ വിഷ്ണോഹോ വീര്യാണി ശംസനഃ. ആ യദുവിൻ്റെ വംശത്തിൽ, ഏത് യദു? ധർമ്മശീലസ്യ. യദുവിന് പറയുമ്പോൾ എന്ത് പറയും കൂടെ? ധർമ്മിഷ്ഠനാണ് യദു. അച്ഛൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് അധർമ്മത്തിന് കൂട്ടു നിൽക്കൊന്നുമില്ല. അതാ എന്തിൻ്റെ ആവശ്യമില്ല. അച്ഛനാണെന്ന് കരുതിയിട്ട് അധർമ്മം പറയുമ്പോൾ കൂട്ടു നിൽക്കണം? കൂട്ടു നിൽക്കണ്ട. അതാണ് ഈ കഥ കാണിച്ചിരുന്നത്. പ്രഹ്ലാദൻ കൂട്ടു നിന്നു. അച്ഛൻ പറഞ്ഞു ഭഗവാനെ സേവിക്കേണ്ടെന്ന്, കേട്ടോ? ഗുരുനാഥൻ പറഞ്ഞാൽ കേൾക്കണോ? വേണ്ട. അതല്ല ആര് കാണിച്ചിരുന്നത്? ബലി, കേട്ടോ? അപ്പം അധർമ്മം പറഞ്ഞാൽ കേൾക്കൊന്നും വേണ്ട. ധർമ്മത്തിന് വിരുദ്ധം ആര് പറഞ്ഞാലും അത് അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും രാജ്യം ഭരിക്കാൻ പറ്റാണ്ട് പോട്ടെന്ന് ശപിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് ഭഗവാന് രാജ്യം ഭരിക്കാനുള്ള അധികാരം. ഇനിയിപ്പോൾ നാളെ പലരും ആക്ഷേപം പറയും, ഭഗവാൻ എങ്ങനെ പരിഹസിക്കും, രാജ്യം ഭരിക്കാനുള്ള അധികാരമൊന്നും ഇല്ലല്ലോ, ശാപം കിട്ടിയ വംശല്ലേ. ഇങ്ങനെ ശാപം കിട്ടിയത്. അനു ധ്രുഹു തുർവസു 3 പേരും കൊടുക്കാൻ തയ്യാറില്ല. ഇളയ പുത്രൻ പൂരു അടുത്ത് വന്നു. പൂരിനോട് പറഞ്ഞപ്പോൾ പൂരു പറഞ്ഞു, അച്ഛൻ ചോദിക്കേണ്ടി വന്നല്ലോ എന്ന് ആലോചിക്കുക. ഞാൻ നല്ല മകനാണ് വെച്ചാൽ അച്ഛൻ ചിന്തിക്കുമ്പോഴേക്കും ചെയ്യാൻ വേണ്ടത്. അച്ഛൻ്റെ മനസ്സും അറിയാൻ പറ്റിയില്ലല്ലോ എന്നാണ്. ഏതായാലും എൻ്റെ ഈ യൗവനം എടുത്തോളൂ, ഞാൻ വാർദ്ധക്യം വാങ്ങാമെന്ന് പറഞ്ഞ് പൂരുവാണ് ആ യൗവനം കൊടുത്ത് വാർദ്ധക്യമായി. പൂരു കരുതി വൃദ്ധനാകുമ്പോൾ കുറേ സൗകര്യമുണ്ട്, സീറ്റ് കിട്ടും, ബസ്സിൽ കയറിയാൽ. വാർദ്ധക്യം അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കുറച്ചൊക്കെ ഗുണങ്ങളൊക്കെ അതുകൊണ്ടുണ്ട്, ധാരാളമുണ്ട്. ഗുണമെന്നുള്ളത് ശരിക്കും ഒരു പക്വത ഉണ്ടാവും, ഒരു പകതിരിവുണ്ടാവും. പിന്നെ എല്ലാവരും ഒന്ന് കരുതും, നമ്മളൊക്കെ അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് അല്ലേ ഒന്നൊന്ന് കൈയൊക്കെ പിടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ട് ഇരുന്നോളൂ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഒരു സൗകര്യം. മറ്റേ നമ്മളൊക്കെ പോകുമ്പോൾ ആര് കരുതാൻ? ഒന്ന് മാറും ഒന്ന് പോട്ടെ എന്നൊക്കെ എത്ര ചോദിച്ചാലും മാറില്ല. ഇതങ്ങനെയല്ല, അങ്ങോട്ട് വേണ്ടതൊക്കെ ചെയ്യില്ല. ബസ്സുകാരൊക്കെ ഒന്ന് നിർത്തും, ഉടനെ ബലടിക്കില്ല, ആരോടെ ഒന്ന് കയറിക്കോട്ടെ എന്ന് പറയും. കയ്യിൽ നിന്ന് വലതും വീണ് പോയാൽ ചെറുപ്പക്കാരാച്ച ചാടി വേഗം ഇല്ലേ ഉടനെ എടുക്കും. എന്തോ അങ്ങോട്ട് പോയാൽ നല്ലോണം നോക്കും. എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുക, അത്ര അത്യാവശ്യം അല്ലെങ്കിൽ പോയിക്കോട്ടെ. എടുക്കാൻ പുറപ്പെട്ടാൽ പിന്നെ ഇയാളെ വേറെ ആളൊന്നും നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നല്ലോണം ഒന്ന് നോക്കും, വേണ്ടത് മാത്രമേ എടുത്തു വയ്ക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു ഗുണം എവിടെ ഉണ്ട്? വാർദ്ധക്യത്തിലും സൗന്ദര്യം ഉണ്ട്, അത് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പൂരു അതൊന്നും വലിയ പ്രശ്നമായിട്ട് കണക്കാക്കിയിട്ടില്ല. കുറച്ചു കാലമൊക്കെ ഭോഗം അനുഭവിച്ചു ഈ യയാതി. കുറേ അനുഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അനുഭവിച്ച് തീരാനായിട്ടൊന്നും ഇല്ല എന്ന് മനസ്സിലായി. അനുഭവിക്കും തോറും ആശ കൂടുക ചെയ്യണതേ. തൽക്കാലം ഒന്ന് നിൽക്കും. ഏതുപോലെ? അതേതുപോലെ ചോദിച്ചാൽ തീയ നെയ്യൊഴിച്ച് കെടുത്താൻ പുറപ്പെടുന്നത് പോലെയാണ്. നെയ്യ് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ കെടുട്ടോ, നമ്മളങ്ങോട്ട് തിരിയുമ്പോൾ ആടിക്കത്തും. തീ നെയ്യൊഴിച്ച് കെടുത്താൻ പുറപ്പെട്ടാൽ എങ്ങനെയാണ്? അത് ഒഴിക്കും തോറും ഇനിയും വേണം, ആളിക്കത്തല്ല ചെയ്യും. അതുപോലെയാണ് ഓരോ കാഴ്ച കാണുമ്പോഴും തൽക്കാലം തൃപ്തി എന്ന് വിചാരിക്കുക അടുത്ത് തുടങ്ങുകയാണ്. ഒന്ന് കണ്ടാലുള്ള സന്തോഷം അതങ്ങോട്ട് കണ്ട് നന്നായി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാവും വേറൊന്ന് പറയാം. ഇതിപ്പോൾ സ്വിറ്റ്സർലാൻഡല്ലേ കണ്ടുള്ളൂ, സിംഗപ്പൂർ കണ്ടില്ലല്ലോ, അത് കാണുന്നതായി.
അത് കഴിയുമ്പോഴേക്കും വേറെ സ്ഥലം കാണണം എന്നായി. ഇവിടെ കഴിക്കാൻ എത്ര ഉണ്ട്, കാണാൻ എത്ര ഉണ്ട്, അതൊക്കെ കണ്ട് തീരുമോ ഈ ചെറിയ ആയുസ് കൊണ്ട്? അങ്ങനെ അങ്ങനെ ആർത്തിയോട് കൂടി സഞ്ചരിക്കുക, അതല്ലേ മനുഷ്യൻ്റെ കഥ. അപ്പം അദ്ദേഹം പറഞ്ഞു ഇത്രയേ ഉള്ളൂ. നജാതു കാമഹ കാമാനാമുപഭോഗേന ശാമ്യതി ഹവിഷാ കൃഷ്ണവർമ്മേവ ഭൂയ ഏവ അഭിവർദ്ധതേ. അനുഭവിക്കും തോറും ഇനിയും വേണം തോന്നുന്നല്ലാണ്ട് മതിയാവലായിട്ടില്ല. അതുകൊണ്ട് വിവേകിയായിട്ടുള്ള മനുഷ്യൻ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും തൻ്റെ പ്രായം വെച്ച് കണക്കാക്കി അങ്ങോട്ട് ഞാൻ ഇനി നിർത്തുക, ഇനി ഞാൻ സിനിമയ്ക്കൊന്നും പോകണില്ല, പാർക്കിലും ബീച്ചിലൊക്കെ പോകണമെന്ന് നിർത്തി, ഇനി ഞാൻ സപ്താഹത്തിന് മാത്രം എന്നങ്ങോട്ട് തീരുമാനിക്കുക എന്നല്ലാണ്ട് അതൊക്കെ മതിയാവണ വരെ പോകുമെന്ന് പറഞ്ഞാൽ മതിയാവലുണ്ടാവില്ല. അതാണ് യയാതി പറഞ്ഞു വെച്ചത്. വി എസ് ഖാണ്ടേക്കറിൻ്റെ യയാതി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, വായിക്കേണ്ട പുസ്തകമാണ്. ഈ കഥ അങ്ങോട്ട് വിസ്തരിച്ചതാണ്. അതിൽ ഈ ശ്ലോകം കാണാം. അദ്ദേഹം തുടക്കത്തിൽ ഈ ശ്ലോകം വെച്ചിട്ടുണ്ട്. ന ജാതു കാമഹ കാമാനാം ഉപഭോഗേന ശാമ്യതി. ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും തീരില്ല. അനുഭവിച്ച് തീർക്കാൻ വിചാരിച്ച തെറ്റാണ്. നമ്മളിപ്പോൾ അതിന് പുറപ്പെടുക. എത്ര കാപ്പി കുടിച്ചു, എത്ര ചായ കുടിച്ചു, എത്ര ഇഡ്ഡലി, എത്ര ലോറി ഇഡ്ഡലി നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. നാളെ ഇപ്പം എന്താ ഇഡ്ഡലി, ഇതൊന്നും മതിയാവലായിട്ടില്ല സജ്ജനങ്ങളെ. അങ്ങനെ അദ്ദേഹം എഴുതി വെച്ച് തൻ്റെ യൗവനം ആർക്ക് കൊടുത്തു? പൂരുവിനെ വിളിച്ചു, പൂരു നീ വെച്ചോളൂ, എനിക്ക് എൻ്റെ വാർദ്ധക്യം തന്നെ തന്നോളൂ എന്ന് പറഞ്ഞ വാർദ്ധക്യം വാങ്ങി അദ്ദേഹം കാട്ടിലേക്ക് പോയി ഭഗവാനെ ഭജിച്ചു, മുക്തനായി. അതാണ് നേരെയാവാനുള്ള വഴി, ഭഗവാനെ ഭജിക്കല. അതിനാണ് ഈ ശരീരം. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഈ ശരീരം ധർമ്മം അനുഷ്ഠിക്കാനുള്ളൊരു ഉപകരണമാണ്. എന്താണ് ഇത്? വേണ്ടതുപോലെ ഉപയോഗിച്ചോളൂ, വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട്. അത് നേരാവണ്ണം ഉപയോഗിക്കേണ്ട അവിടെയും വടിയും കൊണ്ടുപോയിട്ട് ബുദ്ധിമുട്ടാവേ. അത് ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ ഒരു പുസ്തകം വെച്ച് യന്ത്രമൊക്കെ വാങ്ങുമ്പോൾ കൂടെ ഒരു പുസ്തകം ഉണ്ടാവും, ചെറിയ പുസ്തകം, നമ്മൾ വായിക്കൊന്നുമില്ല. മൊബൈൽ വാങ്ങുമ്പോൾ കിട്ടൊരു പുസ്തകം, വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒക്കെ ഉണ്ട് കൂട്ടത്തിൽ. അത് ശ്രദ്ധിക്കണം. എന്നെ വോൾട്ടേജൊക്കെ നോക്കണം, അവിടെ ഇവിടെയും കൊണ്ടേ കുത്തി ഇത് കേടായാൽ ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. നമ്മളത് വായിക്കില്ല, അവിടെ ഇവിടെയും കൊണ്ട് പൊട്ടിത്തെറിക്കുമ്പോഴാവും അത് കൊണ്ടു കൊടുക്കുക. അപ്പോൾ അവർ പറയും കൂടെ ഒരു പുസ്തകം വെച്ചിട്ടുണ്ടല്ലോ, വായിച്ചുവോ ചോദിക്കും. ഇതേപോലെ നമ്മളോട് ചോദിക്കും, ഭാഗവതം വായിച്ചുവോ? ഈ യന്ത്രം എങ്ങനെ കൊണ്ടു നടക്കാം എന്നൊരു പുസ്തകം കൂടെ വെച്ചിട്ടുണ്ട്. അതാണ് ഗീത അല്ലെങ്കിൽ ഭാഗവതം. അതൊക്കെ ഒന്ന് വായിച്ചിട്ട് കുഴപ്പമില്ലാണ്ട രീതിയിൽ അങ്ങനെ ഈ യന്ത്രത്തെ ഉപയോഗിച്ചിട്ട് ഈ ജന്മം സഫലമാക്കുകയാണ് ഒരു മനുഷ്യൻ വേണ്ടത്. ആ വംശത്തിലാണ് ദുഷ്യന്തൻ, പൂരുവംശം. ദുഷ്യന്തൻ്റെ കഥയൊക്കെ വളരെ പ്രസിദ്ധമാണ്. കാളിദാസൻ ശാകുന്തളം രചിച്ചില്ലേ, അഭിജ്ഞാന ശാകുന്തളം. ലോകത്തിലെ മുഴുവൻ സൗന്ദര്യം നിങ്ങൾക്ക് ഒരിടത്ത് കാണണം, വായിക്കൂ ശാകുന്തളം. എല്ലാം അവിടെ കണ്ട് കാണാം. ദുഷ്യന്തൻ ശകുന്തളയെ കണ്ട് അങ്ങനെ അതിലൊരു മകനുണ്ടായി, ഭരതൻ്റെ കഥ. ഭരതൻ്റെ വംശം പെട്ടതുകൊണ്ടാണ് നമുക്കും ഭാരതീയർ എന്നുള്ളത്, ഭാരതം എന്നുള്ള പേര് വന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ സർവ്വദമനൻ, അങ്ങനെയൊക്കെയുള്ള കഥ ഒക്കെ വർണ്ണിച്ചു. അതാണ് ഭരതൻ്റെ ചില കഥകളൊക്കെ ഒന്ന് സൂചിപ്പിച്ചു. തമാശ പറയണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല, അങ്ങനെ തമാശ പറഞ്ഞ പെട്ട കഥ. ആ വംശം വർണ്ണിച്ച് വരുമ്പോൾ അതിൽ രന്തിദേവൻ വലിയ കേമനാണ്. അദ്ദേഹത്തിൻ്റെ യശസ് ഇത്രയ്ക്കൊരു ഉദാരമതി ആരാണുള്ളത്? 40 ദിവസം പട്ടിണി കിടന്നു, തൻ്റെ സർവസ്വവും ദാനം ചെയ്തു. വലിയ കേമന, വലിയ രാജാവ്, ധാരാളം സമ്പത്തുണ്ട്. ഇതൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ അങ്ങനെ കൊടുക്കുകയാണ്. മറ്റുള്ളവരുടെ വിഷമം കാണാൻ ഇയാൾക്ക് വയ്യ. അങ്ങനെ ചോദിച്ചാൽ ഉണ്ടെങ്കിൽ കൊടുക്കും. ഇങ്ങനെയൊരു മട്ട. 41 ദിവസം ഒന്നും കഴിച്ചില്ല. അങ്ങനെ ആരോ ലേശം ഗോതമ്പത്തിൻ്റെ പായസം കൊണ്ട് കൊടുത്തത് കഴിക്കാൻ പുറപ്പെട്ടപ്പോൾ ആ വഴിക്കൊരു ബ്രാഹ്മണൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറയേണ്ടത് എന്താ? എടോ താൻ രാവിലെ കഴിക്കാത്തത്? ഞാൻ 41 ദിവസമായിട്ട് കഴിച്ചില്ല. അത് മിണ്ടിയില്ല. തനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റും, ബ്രാഹ്മണർക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുമോ? രാവിലെ കഴിച്ചില്ല പാവം. തൻ്റെ 40 ദിവസത്തെ കാര്യമൊക്കെ വിട്ടു. ഇയാൾ രാവിലെ കഴിച്ചില്ല എന്ന് പറഞ്ഞ് ആ ഗോതമ്പത്തിൻ്റെ പായസത്തിൻ്റെ പകുതി ആർക്ക് കൊടുത്തു? ബ്രാഹ്മണന് കൊടുത്തു. അദ്ദേഹം കഴിച്ച് ആ വഴിക്ക് ഇങ്ങോട്ട് പോയപ്പോഴാണ് ഒരു ശൂദ്രൻ ആ വഴിക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വർണ്ണവ്യത്യാസം ഇല്ലെന്ന് കാണിക്കാനാണ്. ഞാനൊന്നും കഴിച്ചില്ല പറഞ്ഞപ്പോൾ ബാക്കി പായസം ആർക്കും കൊടുത്തു? അദ്ദേഹത്തിനും കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളമുണ്ട്, എന്നാൽ പിന്നെ അത് കുടിക്കാമെന്ന് കരുതിയില്ല. ഞാൻ കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് അത് കുടിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ഒരു നായാടി നായകളെയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എൻ്റെ നായകളൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ജന്തുക്കളെന്നുള്ള വ്യത്യാസമില്ല, വെള്ളം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ ആ വെള്ളം ആർക്ക് കൊടുത്തു? നായയ്ക്ക് കൊടുത്തു. അതും പോരായിട്ടൊരു പ്രാർത്ഥന ആരോട്? ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എന്ത്? എനിക്ക് ഈ ഗതി വന്നല്ലോ, അല്ലേ അല്ല, അതല്ല അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ന കാമയേഹം ഗതിമീശ്വരാത് പരാം അഷ്ടർദ്ധിയുക്താമ പുനർഭവം വാ ആർത്തിം പ്രപദ്യേഖില ദേഹഭാജാം അന്തസ്ഥിതോ യേന ഭവന്ത്യദുഃഖാ. ഭഗവാനെ, അടിയിലൊരു പ്രാർത്ഥനയുള്ളൂ. എന്താ പ്രാർത്ഥന? മോക്ഷം വേണമെന്നാണോ? അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്ത് മോക്ഷം എന്നാണ്? എന്താ ഇപ്പോൾ ആഗ്രഹം തനിക്കുള്ളത്? എനിക്കെന്താ ആഗ്രഹിച്ചാൽ ഇവിടെയുള്ള ജീവജാലങ്ങളുടെ ദുഃഖം കാണുമ്പോൾ വല്ലാത്ത പ്രയാസം. അതുകൊണ്ട് ഈ കാണുന്ന ജീവജാലങ്ങളുടെ ഒക്കെ ദുഃഖം എനിക്ക് തരുമോ? എന്താണ് നമ്മളെന്താ പറയല്? എൻ്റെ ദുഃഖം ആർക്കും കൊടുക്കാൻ പറ്റും, അങ്ങനെ വല്ല മന്ത്രം ഉണ്ടോന്ന് പറഞ്ഞു തരുമോ? ഇത് സകല ജീവജാലങ്ങളുടെ ദുഃഖം എനിക്ക് തരുമോ? ഇത് അനുഭവിക്കുക. ഈ രന്തിദേവൻ ഇവിടെ ഉണ്ടല്ലോ,
ഈ ജനങ്ങൾ ദുഃഖിച്ച് ഇങ്ങനെ കഴിയുന്നത് കാണാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് അവരുടെയൊക്കെ ദുഃഖം എനിക്ക് തരൂ, ഞാൻ അനുഭവിച്ചോളാം അവരുടെ പാപം, എന്നിട്ടോ അവരൊക്കെ സുഖമായിട്ടിരിക്കട്ടെ, ഞാൻ ദുഃഖിച്ചോളാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ജീവജാലങ്ങളുടെ പാപം മുഴുവൻ അല്ലെങ്കിൽ ദുഃഖം മുഴുവൻ എനിക്ക് തരൂ. ഭവന്തി അദുഃഖാ, ഇവിടെയുള്ള ജീവജാലങ്ങളൊക്കെ ദുഃഖമില്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച മഹാത്മാവിൻ്റെ നാടാണത്. ആ നാട്ടിലാണ് നമ്മുടെ അതൊന്നും ആലോചിക്കുക അല്ലേ. അതാണ് രന്തിദേവൻ്റെ മഹത്വം. അങ്ങനെ രന്തിദേവൻ്റെ കഥ വിസ്തരിച്ചു. അങ്ങനെ ആ വംശത്തിലാണ് ശന്തനു. ആ രാജാവ് ഗംഗയെ വിവാഹം കഴിച്ചു. മകനുണ്ടായി ഗംഗാദത്തൻ, ദേവവ്രതം എന്നൊക്കെ പേര്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗംഗ ചില പരാതിയൊക്കെ പറഞ്ഞ് തെറ്റിപ്പോയി. ഒന്നും വിസ്തരിച്ച് പറയാൻ നേരമല്ല, ഒക്കെ മഹാഭാരതം പഠിക്കുക, അല്ലാതെ അപ്പോൾ എല്ലാം കൂടി പോയി ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ദേവവ്രതൻ ശന്തനു രാജാവ് ഒരിക്കൽ നായാട്ടിന് പോയി. അങ്ങനെ അദ്ദേഹം ഒരു കടത്തുകാരിയെ കണ്ട് ഇഷ്ടപ്പെട്ടു. സത്യവതി എന്നാണ് അവളുടെ പേര്, കാളിന്ന് വിളിക്കും. മുക്കോ രാജാവ് എടുത്ത് വളർത്തിയതാണ്. അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു. അവളെ വിവാഹം കഴിക്കണമെന്ന് മോഹമുണ്ട്. അവൾ പറഞ്ഞു അച്ഛനോട് ചോദിക്കൂ, അതാണ് മര്യാദ, നമസ്കാരം അതാണ്. ഇഷ്ടപ്പെട്ടു വെച്ചാൽ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല, അച്ഛൻ സമ്മതിക്കാൻ വെച്ചാൽ ആലോചിക്കണം. അദ്ദേഹം ചെന്നു, അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? അപ്പോൾ അദ്ദേഹം അങ്ങനെ ആലോചിച്ചു, മനസ്സിലാക്കി ഇയാളെ പറ്റിയിട്ട്. അദ്ദേഹത്തിനൊരു മകനുണ്ട് ഇപ്പം, ദേവവ്രതൻ, ഗംഗാദത്ത് എന്ന പേര്. അപ്പം അദ്ദേഹം പറഞ്ഞു, തനിക്കിപ്പോൾ ഗംഗാദത്ത് എന്ന് പറഞ്ഞ മകനുണ്ടല്ലോ, അപ്പം തൻ്റെ സമ്പത്തൊക്കെ സ്വത്തൊക്കെ അങ്ങോട്ടല്ലേ പോവുക. ഔ, എന്തൊരു ചിന്ത! ഞാൻ എൻ്റെ മകളെ തന്നാൽ അവൾക്ക് കിട്ടുമോ? അപ്പോൾ അതിലുണ്ടാവണം, മകന് കിട്ടില്ലല്ലോ, കുറച്ചൊക്കെ അങ്ങോട്ട് പോവില്ല. ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചോദ്യം. ഇതൊക്കെ കേട്ടപ്പോൾ രാജാവ് പറഞ്ഞാൽ പിന്നെ പറയാം എന്നൊരു രാജാവ് പോന്നു. ഇയാളോട് സംസാരിക്കാൻ പഠിച്ചിട്ട് പോന്നു. പക്ഷേ അവളോടുള്ള താല്പര്യം പോയിട്ടില്ല, ഉള്ളിലുണ്ട്. രാത്രി തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയാണ്. കാളി കാളി മഹാകാളി, ഭദ്രകാളി ഒന്നുമില്ല, കാളി 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 പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ ജനിച്ച് കിടക്കുകയാണ്. ഇതാരും കണ്ടു? ദേവവ്രതൻ ശ്രദ്ധിച്ചു. അച്ഛൻ ഉറക്കല്ലേ അപ്പം, തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയാണ്. അച്ഛൻ്റെ ഉറക്കമില്ലായ്മ മനസ്സിലാക്കണ മക്കൾ പണ്ടുണ്ടായിരുന്നു. ഇന്ന് അച്ഛൻ പോയാൽ തന്നെ അറിയണില്ല, ഗൾഫിലല്ല, 10 ദിവസം കഴിഞ്ഞിട്ട് അറിയണത്. വ്യത്യാസം. അച്ഛനെങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് കാണാൻ വയ്യ. മന്ത്രിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താ അച്ഛൻ എത്ര കണ്ട് വിഷമം, എന്താ ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അച്ഛൻ എന്താ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കാര്യം, ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിട്ട് അച്ഛൻ പോയി ചോദിച്ചിരുന്നു, അപ്പോൾ നീ കാരണമാണ് അദ്ദേഹം കല്യാണം കഴിച്ച് കൊടുക്കാത്തത്. അങ്ങനെ പറ്റുമോ? അച്ഛൻ അങ്ങനെ മോഹം ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് ആര് പുറപ്പെട്ടു? ദേവവ്രതൻ അങ്ങോട്ട് പോയി അദ്ദേഹത്തെ പോയി കണ്ടു. അങ്ങയുടെ മകളെ അച്ഛന് വിവാഹം കഴിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിനക്കല്ലേ സമ്പത്ത് കിട്ടുക. അവിടെ വെച്ച പ്രതിജ്ഞ, ഈ ദേവവ്രതൻ ഗംഗാദത്തൻ്റെ പ്രതിജ്ഞയാണ്. 18 വയസ്സ് പ്രായം. അച്ഛനെ 2ാമത് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം, എനിക്ക് രാജ്യം വേണ്ട, പോരെ, ഞാൻ രാജ്യം തൊടില്ല, ഭരിക്കില്ല. അദ്ദേഹം പറഞ്ഞു, നീ ഭരിക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ല, നീ കല്യാണം കഴിച്ച് നിനക്കൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടിക്ക് അവകാശപ്പെട്ടതാവും. ഞാൻ കല്യാണം കഴിച്ചാലല്ലേ, ഇത് ദേവവ്രതൻ്റെ പ്രതിജ്ഞയാണ്, ഈ ജന്മത്തിൽ എനിക്ക് വിവാഹമില്ല എന്ന് പറയുമ്പം, അതും അക്കാലത്ത് വിവാഹം കഴിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യണ കാലം, സമ്പത്തിന് വേണ്ടി എന്തും ചെയ്യും. അങ്ങനെയുള്ള ആ കാലത്ത് തനിക്ക് രാജ്യം വേണ്ടാന്നും വിവാഹം വേണ്ടാന്നും 18 വയസ്സ് ചെറുപ്പക്കാരൻ, നല്ല ഉശിരുള്ള പൗരുഷമുള്ള ഒരാൾ പറയണത് കണ്ടാൽ അത്ഭുതാവില്ലേ? ആകാശത്ത് ദേവന്മാരൊക്കെ ആ സമയത്ത് പുഷ്പവൃഷ്ടി ചെയ്തു. ഭീഷ്മ ഭയങ്കരം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരെന്തായി? ഭീഷ്മർ എന്നായി മാറി എന്നാണ്. അദ്ദേഹത്തിന് അവകാശപ്പെട്ടതായി ഭാരതം. അദ്ദേഹം ഒഴിവാക്കിയതാണ്. ഇതൊക്കെ ഇപ്പോൾ വലിയ കഥ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. അങ്ങനെ രാജാവിന് സന്തോഷമായി, തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ശന്തനുവിന് അങ്ങനെ വിവാഹം കഴിച്ചു. 2 മക്കളുണ്ടായി, വിചിത്രവീര്യൻ, ചിത്രാംഗതൻ വരായിട്ടുള്ള ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു. വിചിത്രവീര്യൻ ബാക്കിയായി. വിചിത്രവീര്യന് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അംബാലിക കാശിരാജാവിൻ്റെ 3 മക്കളെ ഭീഷ്മർ കൊണ്ടുവന്നു. ഇവിടത്തെപ്പോൾ അമ്പയ്ക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു. എനിക്ക് തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓട്ടോറിക്ഷ കാശൊക്കെ കൊടുത്തു, ഇതിനെ പറഞ്ഞയച്ചു. അങ്ങനെ 2 ബാക്കിയായില്ലേ, അംബാലിക. ഇവരെ വിവാഹം കഴിച്ചു. ഈ വിചിത്രവീര്യൻ വിവാഹം കഴിച്ചെങ്കിലും മക്കളൊന്നും ഉണ്ടായില്ല, അദ്ദേഹം മരിച്ചു. ഇനിയിപ്പോൾ ആ വംശം മുന്നോട്ട് പോകണമെങ്കിൽ ഭീഷ്മർ വിവാഹം കഴിക്കണമെന്നായി. അമ്മ തന്നെ നിർബന്ധിച്ചു. സത്യവതി പറഞ്ഞു, ഉണ്ണി കഴിക്കും. പറഞ്ഞതാ, അങ്ങനെയല്ല, അതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ല അന്ന് എൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പം അമ്മ പറയാണ് കഴിക്കും, വാക്കൊന്നേ ഉള്ളൂ, അതിപ്പോൾ നിങ്ങൾ മാറ്റമൊന്നുമില്ല. എന്താ അയാളുടെ നിഷ്ഠ? അവസാനം നിയോഗ സൃഷ്ടി. തനിക്ക് പണ്ടുണ്ടായ ഒരു മകൻ, പരാശരിൽ നിന്ന് തനിക്കുണ്ടായ മകനാണ് പാരാശര്യൻ, വ്യാസൻ, ബാദരായണൻ, കൃഷ്ണദ്വൈപായനൻ. അന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്, എത്ര പുരാണങ്ങൾ രചിക്കാണ്ട്, മഹാഭാരതം രചിക്കാണ്ട്, വേദങ്ങളെ വ്യസിക്കാനുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് പോട്ടെ, അമ്മയ്ക്ക് എപ്പോഴാണ് എന്നെ കാണണം തോന്നിച്ചാൽ വിളിച്ചാൽ ഞാൻ വരും, പോരെ എന്ന് പറഞ്ഞ് പോയതാണ് ഈ വ്യാസൻ. ഇപ്പം അമ്മ എന്ത് ചെയ്തു? സങ്കടം ഉണ്ടായപ്പോൾ മകനെ വിളിച്ചു. അങ്ങനെ ആ വ്യാസർ വന്നു. അങ്ങനെ പുത്രോത്പാദനം. അംബികയും അംബാലികയും
രണ്ടുപേർക്കും വ്യാസരെ കണ്ടപ്പോൾ അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരുത്തി കണ്ണടച്ചു, അങ്ങനെ ഉണ്ടായ മകൻ കുരുടൻ, അതാണ് ധൃതരാഷ്ട്രർ. ഒരുത്തി വളരെ വെളുത്തു, അതിലുണ്ടായതാണ് പാണ്ട് പിടിച്ചും കൊണ്ട് പാണ്ഡു. രണ്ട് സൃഷ്ടിയും നേരാവണ്ണം ആയില്ല. അതുകൊണ്ട് അമ്മയോട് പറഞ്ഞ, അമ്മ ഈ സൃഷ്ടി എന്നൊക്കെ പറഞ്ഞാലേ തപസ്സിലൂടെ വേണം, എനിക്ക് മാത്രം തപസ്സുണ്ടായിട്ട് കാര്യമില്ല. ആ കുട്ടികളോട് പറയൂ, എന്ത് കുറച്ചൊരു ഈശ്വരാന്നുണ്ടാവട്ടെ, വിചാരം ഒക്കെ ഒന്ന് ഹൃദയം ശുദ്ധമാവട്ടെ, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വരാം, അവരോടൊന്ന് തപസ് ചെയ്യാൻ പറയുന്നതാണ്, ഈശ്വര എന്നുള്ളൊരു വിചാരം ഉണ്ടാവട്ടെ, അങ്ങനെയാകുമ്പോൾ ധർമ്മസന്തതി ഉണ്ടാവും എന്നൊക്കെ ഉപദേശിച്ച് അദ്ദേഹം പോയി. ഒരു കൊല്ലക്കാലം കഴിഞ്ഞ് വന്ന സമയത്ത് ഈ അമ്പാലിക്കും അമ്പിക്കും കൂടി ആരെ പറഞ്ഞയച്ചു? ദാസിയെ പറഞ്ഞയച്ചു. അങ്ങനെ ദാസി ആവട്ടെ ഈശ്വരനായിട്ട് കണ്ടു സ്വീകരിച്ചു. ഉണ്ടായ മകൻ ധർമ്മിഷ്ഠൻ, വിതുരൻ. അങ്ങനെയൊക്കെയാണ് അവരുടെ കഥ. ഇതൊക്കെ വേണമെങ്കിൽ പറയാണ്ടിരിക്കുന്നു അവർക്ക്, വ്യാസർക്ക്. അദ്ദേഹം തൻ്റെ കഥ എഴുതി വെച്ചു. അത്ര നല്ല കഥയൊന്നും അല്ല പറഞ്ഞു വരും, എന്നാൽ പോലും അറിയട്ടെ, ജനങ്ങൾ അറിയട്ടെ ഈ വിഷയങ്ങളൊക്കെ. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ കഥ. അവരെങ്കിലും എന്ത് ചെയ്യട്ടെ, ഒക്കെ ഒന്ന് നല്ല രീതിയിൽ കഴിയട്ടെ. തനിക്ക് പറ്റിയ അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിൽ തിരുത്താലോ അന്ന് കരുതി എഴുതി വെച്ചു. അതിൽ ധൃതരാഷ്ട്ര വിവാഹം കഴിച്ചു. ഗാന്ധാരിയെ നമുക്കറിയാലോ, 100 മക്കളുണ്ടായി. ഒരു പെൺകുട്ടി ദുശ്ശള, ദുര്യോധനൻ മൂത്ത മകൻ. പിന്നെ പാണ്ഡു വിവാഹം കഴിച്ചു, 2 വിവാഹം കഴിച്ചു, കുന്തിദേവിയും മാദ്രിദേവിയും. കുന്തിദേവിയിൽ 3 മക്കൾ, മാദ്രിയിൽ 2. അങ്ങനെ പാണ്ഡവർ 5 ദേവന്മാരുടെ മക്കളാണ്. അവർ 5 പേരും കൂടി പാഞ്ചാലി വിവാഹം കഴിച്ചു. പിന്നെ ഓരോരുത്തർ വേറെ വേറെ കഴിച്ചു. അതിൽ അർജുനൻ കഴിച്ചു സുഭദ്രയെ, സുഭദ്രയിലുണ്ടായി അഭിമന്യു വിവാഹം കഴിച്ചു ഉത്തരയിലാണ് പരീക്ഷത്തെ താൻ വിവാഹം കഴിച്ചു രാവതിയെ, അതിലുണ്ടായി ജനമേജയ വിവാഹം കഴിച്ചു മകൻ. ഇങ്ങനെ പറഞ്ഞ് ഇനി ഭാവി പറയാൻ പുറപ്പെടുക. പരീക്ഷത്ത് പറഞ്ഞാൽ അവിടെ നിൽക്കട്ടെ, എനിക്കിപ്പോൾ എൻ്റെ കഥ അങ്ങനെ കേൾക്കണമെന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ കഥ കേൾക്കാനല്ല, ഭഗവാന്റെ കഥ കേൾക്കാനാണ്. അങ്ങിപ്പോൾ ചന്ദ്രവംശത്തിലേക്ക് ചാടി വന്ന് അങ്ങനെ പിന്നെ എന്ത് ചെയ്തു? പിന്നെ അങ്ങനെ പൂർവംശം വിസ്തരിച്ചു. എന്താ അങ്ങ് യദുവംശം പറയാത്തത്? ശ്രീശുക്രെ ടെസ്റ്റ് ചെയ്യണം. അദ്ദേഹത്തിന് താല്പര്യം ഇപ്പം എന്താ? അഹന്ത ഉണ്ടെങ്കിൽ തൻ്റെ കഥ കേൾക്കാനാവും മോഹം ഉണ്ടാകും. അതിങ്ങനെ പറഞ്ഞു നോക്കി. അതല്ലെങ്കിൽ ചോദിച്ചു വാങ്ങും, എന്ത് ആ യദുവംശം പറയൂ. അത് പരീക്ഷത്തിന് തൻ്റെ കഥ ഇങ്ങനെ കേൾക്കുമ്പം അതൊരു പ്രയാസം, തന്നെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോഴേ. അങ്ങോട്ട് പോട്ടെ, ആ യയാതിയുടെ മൂത്തപുത്രൻ യദുവിൻ്റെ വംശം പറയും. അതിലല്ലേ ഭഗവാൻ അവതരിച്ചത്. ആ കഥ കേൾക്കാൻ ആ മോഹൻ എന്ന് പറഞ്ഞപ്പം സന്തോഷമായി പറയാം. യദുവിൻ്റെ വംശത്തിലാണ് ആഹുക് എന്ന് പറയായിട്ടൊരു രാജാവ്. ആ രാജാവിന് 2 മക്കൾ, ഉഗ്രസേനൻ, ദേവകൻ. ഉഗ്രസേനൻ്റെ മകനാണ് കംസൻ, ദേവകൻ്റെ മകളാണ് ദേവകി. അപ്പം കംസൻ്റെ സഹോദരിയാണ് ആര്? ദേവകി. ആ ദേവകി വിവാഹം കഴിച്ചത് ശൂരരാജാവിൻ്റെ മകനാണ്, പേര് വസുദേവൻ. അദ്ദേഹം ജനിക്കുന്ന സമയത്തെ ആകാശത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായി. ദുന്ദുഭിനാഥമൊക്കെ ഉണ്ടായി, തകിൽ നാദസ്വരമൊക്കെ ആകാശത്തു നിന്ന്. അതെന്താ? അത് ഭഗവാന്റെ അച്ഛൻ എന്നുള്ള പദവി അലങ്കരിക്കാൻ പോവുക. അപ്പോൾ അദ്ദേഹം അങ്ങനെ ജനിക്കുമ്പോൾ നമ്മൾ ജനിച്ച പോലെ ജനിച്ചാൽ മതിയോ? എന്തെങ്കിലും പ്രത്യേകതയൊക്കെ വേണ്ടേ എന്ന് കരുതി പ്രകൃതി തന്നെ ഒരുക്കിയതാവും. അങ്ങനെ അദ്ദേഹത്തിന് ആനകദുന്ദുഭി എന്നൊരു പേരൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് പൃഥ. എന്താ പേര്? പൃഥ. ഈ പൃഥയുടെ മകനായതുകൊണ്ടാണ് പാർത്ഥൻ എന്ന് പ്രധാനമായിട്ട് അർജുനനെ മാത്രമല്ല, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ വിളിക്കാറുണ്ട്. എന്നാലും നമ്മൾ കൂടുതലും അർജുനെ പറയാമെന്ന് മാത്രം. ഈ പൃഥ പക്ഷേ പിന്നെ അറിയപ്പെട്ടത് കുന്തി ദേവി എന്നുള്ള പേരില്ല. അതെന്താ ചോദിച്ചാൽ, ശൂരരാജാവിൻ്റെ സുഹൃത്താണ് കുന്തി ഭോജൻ. അയാൾ മക്കളില്ലാണ്ട് വിഷമിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ഈ കുട്ടിയെ ആർക്ക് കൊടുത്തു? താൻ വിഷമിക്കണ്ടോ, ഇത് തൻ്റെ കുട്ടിയാ എന്ന് പറഞ്ഞ് തൻ്റെ മകളെ അദ്ദേഹത്തിന് ദത്തു കൊടുത്തു. അങ്ങനെ കുന്തി ഭോജൻ്റെ മകൾ എന്നുള്ള മട്ടിൽ കുന്തി ദേവി എന്ന് പേര് വന്നു. ആർക്ക്? ഈ പൃഥയ്ക്ക്. ആ കുന്തി ദേവിയാണ് പാണ്ഡു വിവാഹം കഴിച്ചത്. അതിലാണ് പാണ്ഡവർ, അതാണ് ഭഗവാൻ തമ്മിൽ പല ബന്ധമുണ്ട്. ഒന്ന് യദു, പൂരു ആ വംശത്തിൻ്റെ. അത് മാത്രമല്ല ഭഗവാന്റെ അച്ചമ്പങ്ങളുടെ മക്കളാണ് ഇവരൊക്കെ. പാണ്ഡവരുടെ അമ്മാവൻ്റെ മകനാണ് ആര്? കൃഷ്ണൻ. ഈ ദേവകിയെ വിവാഹം കഴിച്ചത് വസുദേവനാണ്. അത് 8ാമനായിട്ട് ഈ ഭഗവാൻ അവതരിച്ചു. പിന്നെ ഭഗവാന്റെ ലീലകളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞു 3 ശ്ലോകം കൊണ്ട്. അത് കേട്ട പരീക്ഷത്ത് പറഞ്ഞു, ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരാ, അത് വിസ്തരിക്കണം, ഭഗവാന്റെ കഥ കേൾക്കണം, അതെനിക്ക് ആഗ്രഹമുണ്ട്. കഥിതോ വംശവിസ്താരഃ ഭവതാ സോമസൂര്യയോഹോ. സൂര്യസോമയോഹോ എന്ന് പറയേണ്ടത്. സൂര്യവംശമാണ് ആദ്യം, ക്രമം നോക്കിയാൽ അങ്ങനെയാണ്. പക്ഷേ പരീക്ഷത്ത് പറയുമ്പോൾ അത് പറയില്ല. പരീക്ഷത്ത് എന്തേ പറയുള്ളൂ? സോമസൂര്യയോഹോ. കാരണം കൃഷ്ണൻ വന്നപ്പോൾ സോമവംശം എന്തായി? ഒന്നുകൂടി അങ്ങോട്ട് കേമായി. അതുകൊണ്ട് സോമമതി ആദ്യം, സോമവംശം ആദ്യം പറഞ്ഞു പരീക്ഷത്ത്. സോമസൂര്യയോഹോ രാജ്ഞാം ജോഭയവംശ്യാനാം ചരിതം പരമാത്ഭുതം. ആ ഭഗവാന്റെ കഥ അങ്ങ് വിസ്തരിച്ച് പറയണേ. ആ കഥ കേൾക്കാനാണ് ഞാനിപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്നത്. ഭഗവാന്റെ കഥ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിവൃത്തതർഷൈരുപഗീയമാനാത് ഭവൗഷധാത് ശ്രോത്രമനോഭിരാമാത് കൗത്തമശ്ലോകഗുണാനുവാദാത് പുമാൻ വിരജ്യേത വിനാപശുനാത്. നിവൃത്തതർഷൈഹി. ആശയറ്റ യോഗീശ്വരന്മാർക്ക് പോലും കൃഷ്ണകഥയോട് ആശയുണ്ട്. ഒന്നിനോടും മോഹമില്ലാത്തവരാ, പക്ഷെ അവർ ഭാഗവതം കേൾക്കും. അതിനോടുള്ള മോഹം പോയിട്ടില്ല. അത് തെറ്റല്ല. കാശ് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട പറയും, അധികാരം വേണ്ട, സമ്പത്തോ ഒന്നും ആവശ്യമില്ല, കൃഷ്ണകഥ വേണം.
അതിനോടുള്ള ആശ പോയിട്ടില്ല, കുഴപ്പമില്ല, അത് തെറ്റല്ല. ഈ ശ്രീശുഖൻ അങ്ങനെയല്ലേ, ഒന്നിനോട് ആശയില്ലാത്ത ആളല്ലേ. എൻ്റെ ഭാഗവതം പറയണത് എന്താ? അത് തൻ്റെ സമാധിക്ക് വിഘ്നം ഉണ്ടാക്കില്ല എന്നാണ്. ഭാഗവതം അറിയുമ്പോൾ അത് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല, വേറെന്ത് പറഞ്ഞാലും ബുദ്ധിമുട്ടിക്കും, അത് നമുക്ക് പ്രയാസമായിട്ട് മാറും. പക്ഷേ ഇത് ഭാഗവതം പറയുമ്പോൾ കുഴപ്പമില്ല, കേൾക്കുന്നവർക്കും ആശ്വാസം. താൻ സമാധിയിലിരുന്നാൽ തനിക്ക് നന്മ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. താൻ ഭാഗവതം പറയാണ്ട് സമാധിയിലിരുന്നാൽ തനിക്ക് ഗുണമുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് ഗുണമില്ല. താൻ കഥ പറയുകയാണെങ്കിൽ സമാധിയിൽ നിന്ന് മാറണമെന്നില്ല, ജനങ്ങൾക്കും സുഖമല്ലേ, കുറേ പേർക്കും സമാധിയിൽ ഇരിക്കാൻ പറ്റണില്ലേ. അതുകൊണ്ടെന്നാൽ പിന്നെ അങ്ങനെയാവാം. കൃപ, കാരുണ്യം. ഒന്നും വേണ്ട പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാളല്ലേ ശ്രീശുഖരൻ. പിന്നെ അദ്ദേഹം എങ്ങനെ ഭാഗവതം പഠിച്ചു? ആ കഥ വർണ്ണിക്കും. അതെങ്ങനെയാ ചോദിച്ചാൽ, ഇദ്ദേഹം എങ്ങനെ അച്ഛൻ വിളിച്ചപ്പം പുത്രാന്ന് വിളിച്ചപ്പോൾ കേൾക്കാണ്ട് അങ്ങനെ പോയി അങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ കാട്ടിൽ വെച്ചൊരു ശ്ലോകം കേൾക്കുകയാണ്. ബർഹാപീഠം നടവരവപുഹു കർണയോ കർണികാരം ബിഭ്രതുവാസഃ കനകകപിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണോഃ അധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തി. ബർഹാപീഠം മയിൽപ്പീലി ധരിച്ച്, നടവരവപുഹു കാമദേവൻ്റെ സ്വരൂപം, കർണയോ കർണീകാരം ചെവിയിൽ കൊന്നപ്പൂ ചൂടി, ബിഭ്രതുവാസഃ അല്ല മഞ്ഞ പട്ടുടുത്ത്, കനകകപിശം വൈജയന്തീം ച മാലാം കാട്ടിലെ കൈകിരികളെ കൊണ്ടും വള്ളികളെ കൊണ്ടും മൊട്ടുകളെ കൊണ്ടുണ്ടാക്കിയ മാല ചാർത്തി, രന്ധ്രാൻ വേണോഹോ തന്നെ ഇങ്ങനെ കൈങ്കര്യം ചെയ്യുന്ന തൻ്റെ കൂട്ടുകാർ സന്തോഷിക്കാൻ വേണ്ടി തൻ്റെ അരയിൽ ഒളിപ്പിച്ചു വെച്ച ഓടക്കോടെ ചുണ്ടോട് ചേർത്ത് മനോഹരമായിട്ട് വേണുഗാനം ചെയ്യുന്ന ഭഗവാന്റെ രൂപം. അതാണ് വർണ്ണിക്കുന്നത്. ആരാ വർണ്ണിക്കുന്നത്? അവിടെയുള്ള കുറച്ച് ബ്രഹ്മചാരി കുട്ടികൾ ചൊല്ലുക കാട്ടിൽ വെച്ചിട്ട്. അവരുടെ അടുത്തേക്ക് ഓടി വന്നു. അവർ ചോദിച്ചു, അല്ല നിങ്ങളെ ആരാണ് ഈ മന്ത്രം പഠിപ്പിച്ചത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ ഗുരുനാഥൻ പഠിപ്പിച്ചതാ. പേടി വരുമ്പോൾ ചൊല്ലാൻ പറയും. ഞങ്ങൾ ഈ കാട്ടിലേക്ക് വന്ന ദുഷ്ടമൃഗങ്ങളെ കാണുമ്പോൾ പേടിയായി ഇതങ്ങോട്ട് ചൊല്ലും. ഇതങ്ങോട്ട് ചൊല്ലി എന്താ ഗുണം വെച്ചാൽ, കടിച്ച് കയറാൻ വരുന്ന സിംഹം ഈ ശ്ലോകം കേട്ടാൽ അടുത്ത് വന്ന് അക്കി തോർത്തി അങ്ങോട്ട് പോകും. പിന്നെ വൈരല്ല. അതാണ് പ്രത്യേകത. ചോദിച്ചു, നിങ്ങളുടെ ഗുരുനാഥൻ ആരാ? ഏത് ഗുരുകുലത്തിലാണ് പഠിക്കുന്നത്? നിങ്ങളുടെ പഠിപ്പിച്ച മാഷാരാ ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഗുരുനാഥനെ അറിയില്ലേ, വലിയ പ്രസിദ്ധനാണല്ലോ, ഞങ്ങളുടെ ഗുരുനാഥൻ്റെ പേര് വ്യാസർ. ആവൂ, തൻ്റെ അച്ഛനാണ്. തൻ്റെ അച്ഛൻ ഇങ്ങനെ നല്ല മന്ത്രം ഉണ്ടായിട്ട് നാട്ടുകാരെ മുഴുവൻ പഠിപ്പിച്ചു, തന്നെ പഠിപ്പിച്ചില്ല. വിഷമം കണ്ടിരിക്കൂ. വേഗം ഓടി തിരിച്ചങ്ങോട്ട് പോയി വ്യാസ ഗുഹയിലേക്ക് പോവുകയാണ്. ആരും? ശ്രീശുഖരൻ. അച്ഛൻ്റെ അടുത്ത് വന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ചു. അച്ഛാ, എന്താ എനിക്ക് ആ ശ്ലോകം പറഞ്ഞു തരാഞ്ഞു? അപ്പോൾ വ്യാസർ പറഞ്ഞു, ഞാൻ അന്നേ നീ ഉണ്ടായ അന്ന് പുത്രാന്ന് വിളിച്ചത് ഈ ശ്ലോകം പറഞ്ഞുതരാനാ, അന്ന് കേൾക്കാണ്ട് പോകില്ലായിരുന്നു എന്നാണ്. എന്തായാലും നാട്ടിലേക്ക് ഇറങ്ങല്ലേ, പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങല്ലേ, എന്നതൊന്നും മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പുറപ്പെട്ടാൽ കുഴപ്പമില്ല. എന്തായാലും നമ്മൾ സംസാരത്തിലേക്ക് ഇറങ്ങുമ്പം ഈ ഭാഗവതം പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മുങ്ങില്ല, അങ്ങനെ പൊന്തി നിൽക്കണം. അതല്ലെങ്കിൽ പെടും. നമ്മളിപ്പോൾ അത് 9 ദ്വാരമുള്ള തോണിയായിട്ട് ഇറങ്ങിയതാ. ഓട്ടത്തോണിയായിട്ട് വെള്ളത്തിൽ എങ്ങനെയാണ് നിൽക്കണതിൻ്റെ വലിയ ഭാഗ്യം. വീണ് പോകേണ്ട, കാറ്റ് പോകേണ്ട നിൽക്കണ്ടല്ലോ. അതുകൊണ്ടൊരു ആശ്രയമായിട്ട് ഈ ഒരു കപ്പിത്താൻ കൂടെ ഉണ്ടെങ്കിൽ, ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എന്താ വിഷമം? ഇങ്ങനെ ഒരു ശ്ലോകമല്ല, 18,000 ശ്ലോകങ്ങളുള്ള ഗ്രന്ഥമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതം വ്യാസർ ശ്രീശുഖർക്ക് ഉപദേശിക്കുന്നത്. അപ്പോൾ ആ ശ്രീശുഖർ പോലും ഒന്നിനോട് ആശയില്ല, പക്ഷേ ഈശ്വര കഥയോട് ആശയില്ലേ? അങ്ങ് ഭഗവാന്റെ കഥയോട് ആശയില്ല ഉള്ള ആളല്ലേ എന്നാണ്. പിന്നെ ഞാൻ ആശിക്കുന്നതിൽ തെറ്റുണ്ടോ? ആണ്. സന്തോഷമായി ശ്രീശുഖർക്ക്. പരീക്ഷത്ത് ചില്ലറക്കാരനല്ല, അപ്പം ഇങ്ങോട്ടൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിവൃത്തതർഷൈരുപഗീയമാനാത് ഭവൗഷധാത്. ഇതങ്ങോട്ട് കേൾക്കലല്ലേ ഒരു ഔഷധം? ഈ സംസാര രോഗം തീരാൻ ഇതല്ലാണ്ട് വേറൊരു മരുന്ന് പറഞ്ഞു തരും. വേറെന്താണത്? ഉറക്കഗുളി കഴിക്കുക. സൈഡ് എഫക്റ്റ് ഉണ്ടേ? ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല, പേടിക്കാല്ലേ. ഇത് കഴിച്ചുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. ഭവൗഷധാത്. അതും ചിലതൊക്കെ കഴിക്കുമ്പോൾ രുചിയൊന്നും ഉണ്ടാവില്ല. എങ്ങനെയൊക്കെ അങ്ങോട്ട് അകത്താക്കിയാലാണ് ചിലതൊക്കെ കുറച്ച് നേരത്തേക്ക് ഒരു തരിപ്പൊക്കെ ഇട്ട് അങ്ങനെ വീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും പ്രയാസമാണ്. അയാൾക്ക് മാത്രമേ സമാധാനമുള്ളൂ. അത് കാരണം പിന്നെ കുറേ ഉപദ്രവമുണ്ട് താനും. ഇതിനതുമില്ല, കഴിക്കുമ്പോഴും ബുദ്ധിമുട്ടൊന്നുമില്ല. ഭവൗഷധാത് ശ്രോത്രമനോഭിരാമാത്. അരിഷ്ടം കുടിക്കും പോലെ കഴിക്കുമ്പോഴും നല്ല സ്വാദാണ്. അങ്ങനെ വിഷമല്ലാണ്ട് കുടിക്കാലോ. അങ്ങനെയുള്ള ഈ കൃഷ്ണകഥ അങ്ങ് പറയാണ്ടിരിക്കരുത്. ആർക്കാ ഈ കൃഷ്ണകഥ ഇഷ്ടമല്ലാണ്ടിരിക്കുക? ഉത്തമ ശ്ലോക ഗുണാനുവാദാത്. ഇഷ്ടമല്ലാണ്ടിരിക്കട്ടോ ചില കൂട്ടർക്ക്. ആർക്ക്? പശുഘ്നാത്. പശുവിനെ കൊല്ലുന്നവർക്ക് ഇത് ഇഷ്ടാവില്ല. അത്രയ്ക്കും ക്രൂരമായ ഹൃദയമുള്ളവർക്ക് കൃഷ്ണനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതല്ലാത്ത എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഭഗവാന്റെ കഥ ചുരുക്കി പറയരുത്. എത്ര ഭാവങ്ങളാണ് ഭഗവാന്. രാധാരമണ ഭാവം, കംസനെ കൊല്ലാൻ പുറപ്പെടുമ്പോൾ വേറൊരു ഭാവം, അർജുനനെ ഗീത ഉപദേശിക്കുമ്പോൾ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ, അത് വേറൊരു ഭാവം.
ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ അത് വേറൊരു ഭാവം. എത്ര എത്ര ഭാവമാണ്. ആർക്കായി ഭഗവാനെ ഇഷ്ടമില്ലാണ്ടിരിക്കുക. മറ്റുള്ള അവതാരങ്ങൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. ചില ചോദിക്കാറുണ്ട്, രാമായണം നോക്കിയാൽ മുഴുവൻ കരച്ചിലല്ലേ തിരുമേനി? ശരിയാണ്, രാമനെ കരഞ്ഞല്ലേ. എന്നാൽ കൃഷ്ണനെ നോക്കിയാൽ കൃഷ്ണൻ ചിരിച്ചിട്ടേ ഉള്ളൂ. കരയുടെ ഏർപ്പാട് ഭഗവാനില്ല. എന്നാൽ ചിലർ പറയും അതെന്താ വെച്ചാൽ അങ്ങനെയാണ്, അദ്ദേഹത്തിന് ശരിക്കും വിഷമമൊന്നും ഉണ്ടായില്ല. ആര് പറഞ്ഞു? കൃഷ്ണന് വിഷമം ഉണ്ടായില്ല എന്നോ? വിഷമം ഉണ്ടാവേണ്ട സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജനിച്ചെന്ന് തന്നെ സ്ഥലം മാറേണ്ടി വന്നു. കാരാഗ്രഹത്തിൽ ജനിച്ചത് തന്നെ. അച്ഛനും അമ്മയും കാരാഗ്രഹത്തിൽ. അമ്മാവൻ മെയിൻ വില്ലൻ. നമുക്കൊന്നും അത്ര ബുദ്ധി. അമ്മാവനൊക്കെ നല്ല അമ്മാവൻ അല്ലേ. ഇത് നോക്കുന്നത് കൊല്ലാൻ നോക്കുകയാണ് തന്നെ. അതല്ലേ കഥ. തൻ്റെ ഏട്ടന്മാരൊക്കെ മരിച്ചില്ലേ? അമ്മാവൻ കൊന്നതാ. ജനിച്ചെന്ന് തന്നെ വേറെ ദിക്കിലേക്ക്, നദി കടന്ന് വേറൊരു ദിക്കിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ യശോദയുടെ അടുത്താണ് കഴിയുന്നത്, ഇടയന്മാരുടെ കൂടെ. അധികമായില്ല അപ്പോഴേക്കും പൂതന വരുന്നു, ശകടാസുരൻ, തൃണാവർത്തന. എന്താ കഥ. പിന്നെ ഘോഷയാത്രയാണ്. അങ്ങനെ വരികയാണ്, കൊല്ലാൻ വേണ്ടി പലരും. എത്ര ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ടതൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചില്ലെങ്കിൽ അതാണ് യോഗ്യത. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെ ഭഗവാന്റെ കേമത്വം. എന്താ അദ്ദേഹത്തിന് സാധിക്കാത്തത്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഒക്കെ സാധിച്ചു. രാമന് ധർമ്മം സാധിച്ചു എന്ന് പറയാം. അർത്ഥകാമങ്ങളുടെ കാര്യമൊക്കെ രസം കഷ്ടിയിരിക്കും. എന്നാൽ ഭഗവാനും എത്രയാ ഗോപസ്ത്രീകൾ. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിച്ചു 16,108 പത്നിമാര്. എത്രയാ ഭഗവാന് കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ. എന്താ അദ്ദേഹത്തിന് സാധിക്കാത്തതായിട്ടുള്ളത്? ഇനി ആ ഭഗവാന്റെ പ്രകൃതം നോക്കിയാൽ സ്ത്രീകളുടെ മാനത്തിന് ഇത്രയധികം വില കൽപ്പിക്കുന്ന ഒരു പുരുഷൻ ലോകത്തുണ്ടാവില്ല. പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ചേല കൊടുത്ത് അനുഗ്രഹിച്ചില്ലേ? ചിലപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഗോപസ്ത്രീകളുടെ ചേല കൊണ്ട് പോകണമുണ്ട്. ആരോടെങ്ങനെയെന്നൊക്കെ ഭഗവാന് കൃത്യം അറിയാം. ഓരോ ദിക്കിലെത്തി അയാൾക്ക് പാകത്തിന് അങ്ങോട്ട് നിൽക്കും. അങ്ങനെ ഭഗവാന്റെ പ്രകൃതം. ആർക്ക് സാധിക്കും ഇങ്ങനെ? എന്താ ഭഗവാന്റെ മഹിമ? ആർക്കാ ഭഗവാൻ ഇഷ്ടപ്പെടാണ്ടിരിക്കുക? ഭഗവാന്റെ ഫോട്ടോ കണ്ടാൽ മതി, ഇനി ആളെ കാണണമെന്നില്ല, ആരാ ഒന്നും അറിയണം തന്നെയില്ല. എന്നാലും ഒരു മോഹം. അതിലിപ്പം സായിപ്പന്മാരൊക്കെ അങ്ങനെ ഒഴുകി വരിക. അവരൊക്കെ അവിടെ ലക്ഷക്കണക്കിന് ഉറുപ്പിയുള്ള ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് അവർ പാളസാർ എടുത്ത് മൊട്ടടിച്ച് കുടുംബ വെച്ച് ഗോപിക്കുരു തൊട്ട് തുളസിമാലിൻ്റെ ഓലൊക്കെ പോയിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പറഞ്ഞങ്ങനെ വെറുതെ തോന്നുന്നുണ്ടോ? നിവൃത്തതർഷൈരുപഗീയമാനാത്. ഈ കൃഷ്ണ കഥയിൽ ആകർഷിച്ചിട്ട് വരികയാണ്. ആ ഫോട്ടോ കണ്ട് ആകർഷിച്ചിട്ട് വരികയാണ്. ഭഗവാന്റെ ലീലകൾ കേട്ടിട്ട് മോഹിച്ച് വരികയാണ്. ആർക്കാ ഭഗവാനോട് താല്പര്യം ഇല്ലാണ്ടിരിക്കുക? കൃഷ്ണൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ കർഷയതി, പിടിച്ചു വലിക്കുന്നവൻ. ഏതെങ്കിലും വഴിക്ക് പോണവരൊക്കെ പിടിച്ചു വലിക്കും, തന്നിലേക്ക് പിടിച്ചു വലിക്കുന്നവൻ. എന്നാണ് കർഷയതി ഇതി കൃഷ്ണ. ഏത് കലയാണ് ഭഗവാനെ പറ്റി പറയാത്തത്? ഭഗവാൻ എന്നാണ് ഈ കലകളൊക്കെ ഉണ്ടായത്. അഖില കലാദിഗുരുഹു നർത്ത. സകല കലകളുടെയും ഗുരുവാണ്. ഏത് കലയും പൂർണ്ണമാണെന്ന് വെച്ചാൽ ആരെ സ്തുതിക്കണം? പണ്ട് കാലത്ത് അങ്ങനെയാണ്. കൃഷ്ണനെ പറ്റി പാടാത്ത പാട്ടുകാർ പാട്ടുകാരായിട്ട് കണക്കാക്കില്ല. കൃഷ്ണനെ പറ്റി എഴുതാത്ത കവിയല്ല, അവരെ കവി എന്ന് പറഞ്ഞാൽ മതി. കുറഞ്ഞ കവി. കവിയാവണമെന്ന് വെച്ചാൽ കൃഷ്ണനെ പറ്റി എഴുതണം. പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണ്. എല്ലാവരും കൃഷ്ണനെ പറ്റി എഴുതാത്തവരില്ല. കുച്ചിപ്പുടി നോക്കിയാലും ഭരതനാട്യം നോക്കിയാലും എല്ലാ ദിക്കിലും കൃഷ്ണകഥ. കഥക്ക് നൃത്തം കൂടുതലും കൃഷ്ണകഥ. രാസലീല പറഞ്ഞ ഒന്നുണ്ട്, അതും കൃഷ്ണകഥ. ഇനി പടിഞ്ഞാറ് നോക്കിയാലും തെക്ക് നോക്കിയാലും വടക്ക് നോക്കിയാലും എവിടെ നോക്കിയാലും കേരളത്തിൽ വന്ന കഥകളി കൂടുതലും കൃഷ്ണകഥ. അഷ്ടപതി ജയദേവരുടെ, അതും രാധാരമണനെ വാഴ്ത്തിക്കൊണ്ടാണ്. കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞ വേറെ തന്നെ ഉണ്ട്, കൃഷ്ണൻ മാത്രമായിട്ട്. പാവക്കൂത്ത് നോക്കിയാൽ രാമകഥ, കൃഷ്ണകഥ. എവിടെ നോക്കിയാലും എല്ലാ ദിക്കിലും എന്തേ ഉള്ളൂ? ഈ കൃഷ്ണൻ്റെ കഥയല്ലേ. ഇത് പറയാണ്ട് എങ്ങനെ പൂർണ്ണാവും? അങ്ങനെയുള്ള ആ ഭഗവാന്റെ കഥ അങ്ങ് പറയാണ്ടിരിക്കരുത്. എങ്ങനെയാ ഭഗവാനെ മറക്കുക? വിസ്മർത്തും നൈവ ശക്നുമഹ. ഗോപസ്ത്രീകൾ ഉദ്ധവനോട് പറയാതെ, ഉദ്ധവ ഈ കൃഷ്ണനെ മറക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ പറഞ്ഞു തരുമോ? വല്ല മന്ത്രം ഉണ്ടെങ്കിൽ. ഞങ്ങൾക്ക് മറക്കാൻ പറ്റണില്ല. നമ്മൾ തിരിച്ചാ ചോദിക്കരുത്, ഓർക്കാൻ വല്ല മന്ത്രം ഉണ്ടോ എന്നാണ്. കണ്ണടച്ചിരുന്നിട്ടും ഭഗവാനെ കിട്ടണം. അവർ തിരിച്ചാ. എന്താ കാരണം? പുഞ്ചിരി കൊഞ്ചലും കൺമയക്കങ്ങളും. ഞങ്ങൾ ആ കൃഷ്ണൻ്റെ പുഞ്ചിരി കണ്ടുപോയി, കൃഷ്ണൻ്റെ കൊഞ്ചൽ കേട്ടുപോയി. അതുകൊണ്ട് ഇപ്പം മറക്കാൻ പറ്റണില്ല. നമ്മളത് കാണാത്തതുകൊണ്ട് കേൾക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതൊരു ലഹരിയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല. സപ്താഹം പോലെ തന്നെയാണ്, ഭാഗവതം പോലെ തന്നെ. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെയുള്ളത് അങ്ങനെ നടക്കുകയാണ്. ആ രുചി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിടില്ല. അതുകൊണ്ട് ഈ ഭഗവാന്റെ കഥ ചുരുക്കി പറയരുത്. ഇനി ഞാനത് കേൾക്കാൻ അർഹനല്ലേ? പിതാമഹാമേ സമരേ അമരഞ്ജയൈ. എൻ്റെ മുത്തശ്ശന്മാർ നേരെയത് ഈ ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ.
ഞാൻ അവരുടെ പേരക്കുട്ടിയല്ലേ. അർജുനോടൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു ആ കൃഷ്ണന്. അങ്ങനെയുള്ള കൃഷ്ണൻ എന്നോട് സ്നേഹമില്ലാണ്ടിരിക്കുമോ? ഞാൻ ആ കഥ കേൾക്കാൻ അർഹനല്ലേ? അതൊക്കെ പോട്ടെ, എൻ്റെ അമ്മ, ഞാൻ ഗർഭത്തിലിരിക്കുന്നു, അമ്മയുടെ ഗർഭത്തിൽ. ആ സമയത്താണ് അമ്മ കൃഷ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചത്. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വതഭയം പശ്യേത്ത മൃത്യുഹു പരസ്പരം. അതെൻ്റെ നമസ്കാരം കൂടിയിട്ട് കണക്കായിക്കൂടെ? ഞാനുണ്ടായിരുന്നല്ലോ ഗർഭത്തിൽ. ഇനിയിപ്പം ഞാൻ വേണ്ടത്ര പുണ്യം പരീക്ഷത്തിനില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, ആ അമ്മയുടെ മകനായതിൻ്റെ പേരിൽ അമ്മ നമസ്കരിച്ചിട്ടുണ്ടല്ലോ, അത് ഓർത്തിട്ട് മാതുശ്ചമേയ ശരണം ഗതായ. എൻ്റെ അമ്മ ആ ഭഗവാനെ നമസ്കരിച്ചിട്ടില്ലേ? ആ അമ്മയുടെ മകൻ, ഉത്തരയുടെ മകൻ എന്നുള്ള മട്ടിലെങ്കിലും എന്നെ അനുഗ്രഹിച്ചൂടെ? ആ കൃഷ്ണകഥ കേൾക്കാൻ ഞാൻ അർഹനല്ലേ? ഇനി അർഹത എനിക്കില്ലെങ്കിൽ അങ്ങ് പറഞ്ഞു തരണ്ട കേട്ടോ. ഞാൻ ചോദിച്ചു വാങ്ങണമെന്നില്ല. ചിലപ്പം അർഹത ഇല്ലെങ്കിൽ വിനയല്ലേ പരീക്ഷത്ത് തനിക്ക് തരുന്നില്ല, അങ്ങനെ ഉണ്ടാവും. കാരണം പരീക്ഷത്ത് കണ്ടിട്ടുണ്ട്, എന്ത് ദേവന്മാർ ചോദിച്ചപ്പം കൊടുത്തില്ല. ആര്? ദേവന്മാർ യാചിക്കുകയാണ്, നമ്മുടെ കുമ്പം കൊടുത്തിട്ട് ഭാഗവതം തരില്ല, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാണ് ആര്? ശ്രീശുഖര്. ആ ശ്രീശുഖരോട് ഇപ്പോൾ താൻ ഞാനിത് കേൾക്കാൻ അർഹനാണെങ്കിൽ പറഞ്ഞു തരണേ. ഇനി എനിക്ക് വിശപ്പും ദാഹവും ഉണ്ടെന്ന് കരുതി പറയാണ്ടിരിക്കുകയാണോ? ചിലപ്പോൾ അതാവും. 4 ദിവസമായി ആഹാരം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഉറങ്ങുന്നില്ല പരീക്ഷത്ത്. ശ്രീശുഖർ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ മെല്ലെ ഉറങ്ങും, രാവിലെ എണീക്കും. പക്ഷെ പരീക്ഷത്ത് അങ്ങനെയല്ല. ഊണില്ല, ഉറക്കമില്ല, ക്ഷീണം ഉണ്ടാവില്ലേ? നമ്മൾ 4 നേരം കഴിച്ചിട്ട് തന്നെ. അതാണ് നമ്മുടെ കഥ. ഇത് നോക്കൂ. നിവൃത്തതർഷൈരുപഗീയമാനാത് ഭവൗഷധാത് ശ്രോത്രമനോഭിരാമാത്. എനിക്ക് സത്യം പറഞ്ഞപ്പം അങ്ങയുടെ ഈ മുഖത്തുനിന്ന് ഒഴുകി വരുന്ന കൃഷ്ണകഥ കേട്ട് 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 എനിക്കിപ്പോൾ എന്തില്ല, എനിക്കിപ്പോൾ വിശപ്പും ദാഹമൊന്നുമില്ല. നൈഷാദി ദുസ്സഹാക്ഷുന്മാം ത്യക്തോദമവിബാധതേ പിബന്ധം ത്വന്മുഖാം ഭോജച്യുതം ഹരികഥാമൃതം. അങ്ങയുടെ മുഖത്ത് ഒഴുകി വരുന്ന ഹരികഥ കുടിച്ച് 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 എനിക്കിപ്പോൾ വിശപ്പുമില്ല ദാഹമില്ല. പണ്ടേത് കുടിച്ചാൽ മതിയായിരുന്നു. അന്ന് ചുക്കുവെള്ളം കുടിക്കണമെന്ന് മോഹമായിട്ടാണ് ഞാൻ ആ മഹർഷിയുടെ തോളിൽ ചത്ത പാമ്പനിട്ടത്. അന്ന് തന്നെ ഭാഗവതം കുടിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ അബദ്ധം എനിക്ക് പറ്റില്ലായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഇത് കേൾക്കുക. വേറൊരാഗ്രഹവും എനിക്കില്ല. ശ്രീശുഖർ ശ്രദ്ധിച്ച് കേട്ടു. പരീക്ഷത്തിൽ പറയാനുള്ളതൊക്കെ അങ്ങനെ ഇരുന്ന് അങ്ങനെ കേട്ടു. ശ്രീശുഖർക്ക് സന്തോഷമായി. നല്ല മോഹമുള്ള ആളാണ്, താല്പര്യമുള്ള ആളാണ്. പുകഴ്ത്തി ശ്രീശുഖർ പരീക്ഷത്തിനെ. നന്നായി പരീക്ഷത്തെ. സമ്യക് വ്യവസിത ബുദ്ധി. ഇതുവരെയും പരീക്ഷത്ത് രാജൻ എന്നൊക്കെ വിളിച്ചിട്ടുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. തവരാജർഷി സത്തമാ. പരീക്ഷത്തിൽ ഡിഗ്രി കൂടി കൂടി വരികയാണ്. ഇപ്പം ആരാണ്? രാജഋഷി സത്തമാ. ഇതുവരെ രാജാവേന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം രാജഋഷിയല്ല, രാജഋഷിമാരിൽ കേമൻ. കാരണം താൻ എല്ലാം വിട്ടു ഒന്നൊന്ന് മാത്രമല്ല, ഭഗവാന്റെ കഥകളിൽ ഇത്ര കണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ തൻ്റെ ഹൃദയം അത്രയ്ക്ക് ശുദ്ധമായി ഈ 4 ദിവസം കൊണ്ട്. നന്നായി തൻ്റെ ബുദ്ധി നേർവഴിക്ക് തന്നെയാണ് പോകുന്നത്. ഭഗവാന്റെ കഥകളോട് ഇത്ര കണ്ട് താല്പര്യം ഉണ്ടല്ലോ. ഞാൻ പറയാം, ഞാൻ ചുരുക്കി പറയാൻ കാരണം എന്താ വെച്ചാൽ തനിക്ക് താല്പര്യമില്ല ഇവിടെ നിർത്താലോ കരുതിയിട്ടാണ്. 90 അധ്യായം ലാഭിക്കായിരുന്നു. വിഷമസ്കന്ധം ഉണ്ടാവില്ല എന്നാണ് പരീക്ഷത്ത് ചോദിച്ചു വാങ്ങി. നന്നായി, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. മഹാത്മാക്കളെ സംബന്ധിച്ച് അവർക്കങ്ങനെ വിസ്തരിച്ച് പറയണം അങ്ങനെയൊന്നുമില്ല. കേൾക്കുന്ന ആളുടെ മോഹം പോലെ അത്രയേ ഉള്ളൂ. ഒരിക്കൽ വിസ്തരിക്കാൻ ചുരുക്കാം, അല്ലാതെ ഇപ്പം എന്താ. ഇതിപ്പം പരീക്ഷത്തിന് മോഹം ഉണ്ടെന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ വിസ്തരിക്കാം. ഭൂമി തൃപ്തർ നിർഭവ്യാജ ദൈത്യ അനീക ശതായുധൈഹി. ഭൂമിക്ക് പണ്ട് ഭാരസഹിക്ക വയ്യാതെയായി. ദുഷ്ടന്മാരൊക്കെ അങ്ങോട്ട് അവതരിച്ചിട്ടേ. കാലനീമിയൊക്കെയാണ് കംസനായിട്ട് വരുന്നത്. അസുരന്മാരൊക്കെ മനുഷ്യരായിട്ട് അങ്ങോട്ട് വന്നു. വലിയ ബുദ്ധിമുട്ടായി. അധർമ്മം അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭൂമിക്ക് ഭാരം സഹിക്ക വയ്യാതെയായി. ഭൂമിക്ക് ഭാരം സഹിക്ക വയ്യാതെയായി എപ്പോഴാണ് ചോദിച്ചാൽ, ജനങ്ങൾ കൂടിയ കുഴപ്പമൊന്നുമില്ലേ, നാമം ജപിക്കുന്നവർ കൂടിയ ഒരു കുഴപ്പമില്ല. നാമം ജപിക്കാത്തവർ കൂടിയാൽ അത് ഭൂമിക്ക് ഭാരമാണ്. പ്രകൃതിയെ സ്നേഹിക്കാത്തവർ കൂടിയാൽ ഭൂമിക്ക് ഭാരമാണ്. അമ്മയ്ക്കൊരിക്കലും മക്കൾ ഭാരമല്ല, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. അമ്മയ്ക്ക് കുട്ടി ഭാരമാകുമോ? ചെറിയ കുട്ടി, 4 വയസ്സ് കുട്ടിയെ മടിയിൽ വെക്കാൻ അമ്മയ്ക്ക് ഭാരമുണ്ടോ? കുട്ടി നഴ്സറി അങ്കണവാടി കഴിഞ്ഞ് വരുമ്പം അമ്മ അടുത്ത് മടിയിൽ വെച്ചിട്ട് തൈര് കൂട്ടി ചോറൊക്കെ അങ്ങനെ ഉരുള കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ഭാരം തോന്നുമോ? കുട്ടിയെ മടിയിൽ വെച്ച ഭാരമുണ്ടോ? എന്നാൽ അത്രയ്ക്ക് ഭാരമുള്ള ഒരു അമ്മിക്കല്ലെടുത്ത് മടിയിൽ വെച്ചാലോ? അതേ ഭാരം. അത് 8 കിലോ, ഇത് 8 കിലോ പറ്റുമോ? അത് വയ്യ. അതാ പറയുന്നത്, അമ്മയ്ക്ക് കുട്ടി ഭാരമല്ല, അത് സ്നേഹമുള്ളതുകൊണ്ടാണ്. ഇതുപോലെ ഭൂമിയെ സ്നേഹിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ഭൂമിക്ക് ഭാരമല്ല. സ്നേഹിക്കാത്തവർ വർദ്ധിച്ചാൽ ഭൂമിക്ക് ഭാരം തന്നെയാണ്. അതിന് ഭാരം സഹിക്കാൻ വയ്യാതെയായി. ഗൗരവം സ്വീകരിച്ച് ഓടി ദേവന്മാരുടെ അടുത്തേക്ക്. ദേവന്മാർ ഈ പശുവിനെയും കൊണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. ബ്രഹ്മാവാണ് ഒപ്പിട്ടിട്ട് കടലാസ് വിഷ്ണു ഭഗവാന്റെ അടുത്ത് എത്തിക്കുകയാണ്. അവിടെ വെച്ച് അശരീരി ഉണ്ടായി. പേടിക്കേണ്ട, അധികം വൈകാണ്ട് ഞാൻ അവതരിക്കും. ഇതുവരെയുള്ള അവതാരം പോലെയല്ല, ഈ അവതാരം കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും. മറ്റവതാരമൊക്കെ വന്നു പോവുക. വരാഹായിട്ട് വന്നു, ഭൂമിയെ നേരെയാക്കി പോയി. നരസിംഹമായിട്ട് വന്നു, എന്നിട്ടോ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു, എന്നിട്ട് പോയി, തിരിച്ചു പോയി. നരസിംഹത്തിന് ഷഷ്ടി പൂർത്തി ഉണ്ടോ?
വാമനായിട്ട് വന്നു, ബലി അനുഗ്രഹിച്ചു എന്നിട്ടോ. എന്നിട്ട് വാമനൻ കല്യാണമൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ തിരിച്ചു പോയി. ഇതങ്ങനെയല്ല. ഇത് വന്ന് പിന്നെ ബാലലീല, പിന്നെ വളർന്ന് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയി, പേരക്കുട്ടികളൊക്കെ ആയി, രാജാവായി അങ്ങനെ രാജ്യമൊക്കെ ഭരിച്ച് 125 വർഷം ഞാൻ ആ ഭൂമിയിലുണ്ടാവും. ആശ്രയിക്കേണ്ടവർക്ക് ആശ്രയിക്കാം, സമാധാനമായിട്ടിരിക്കണമെങ്കിൽ ആശ്രയിക്കാം എന്ന് പറഞ്ഞ ഭഗവാന്റെ ശബ്ദം അത് ബ്രഹ്മാവ് കേട്ടു. ഒപ്പമുള്ളവരോടൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഭൂമിയിലേക്ക് വരാം. ഇവിടെ ഉത്തര മധുരയിലൊരു കല്യാണം നടക്കുകയാണ്. പിന്നെ ക്യാമറ നേരെ അങ്ങോട്ടാണ്. അവിടെ ഒരു കല്യാണം നടക്കുകയാണ്. ആരുടെ കല്യാണം? അത് ദേവകിയുടെ കല്യാണം. ആരാ നടത്തുന്നത്? വലിയേട്ടൻ കംസനാണ്. ഉത്സാഹമൊക്കെ. എന്താ സ്നേഹം അനിയത്തിയോട്, വളരെ ഭംഗിയിൽ. ആരാ വരൻ? വസുദേവർ. എത്ര കണ്ട് കേമായിട്ടാ കല്യാണം? എത്ര കണ്ട് കേമായിട്ടാ ചോദിച്ചാൽ ഗജാനാം ഹേമമാലിനാം, ആനയ്ക്ക് പോലും സ്വർണത്തിൻ്റെ ചങ്ങല എന്ന് പറഞ്ഞാൽ ദേവയ്ക്ക് എങ്ങനെയായിരിക്കും? അങ്ങനെ സ്വർണത്തിൽ കുളിച്ച് നടക്കുകയാണ് ദേവയ്ക്ക്. ഗംഭീരമായിട്ടുള്ള കല്യാണമാണ്. അതങ്ങനെ വളരെ ഭംഗിയിൽ കംസൻ ഉത്സാഹിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ദേവകിയുടെ അടുത്ത് വന്നിട്ട്, എന്നാലും കംസേട്ടൻ എന്തേ തന്നു ദേവകി നിനക്ക് കല്യാണമായിട്ട്? എന്താ ഗിഫ്റ്റ്? അങ്ങനെ ചില വല്യമ്മമാർ അത് അന്വേഷിക്കുമല്ലോ, അത് അറിയണം. എന്തേ തന്നു അങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കംസൻ്റെ ചെവിയിൽ എത്തി. കംസൻ അത്ര വിചാരിച്ചില്ല. ഇതൊക്കെ താനല്ലേ ഉത്സാഹിക്കണത്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാണാൻ പാകത്തിന് കൊടുക്കണം എന്നുള്ളത് അതല്ലേ നാട്ടുകാർ നോക്കതല്ലേ. ഉത്സാഹിച്ച കണക്കൊക്കെ അവിടെ ഉണ്ടാവും. കംസന് തോന്നി തൽക്കാലം ഇപ്പം നാട്ടിലൊരു വര വേണമെങ്കിൽ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. തനിക്ക് വേണ്ടി വാങ്ങിയൊരു വണ്ടി ഉണ്ട്, ഒരു ബെൻസ് വാങ്ങിയിട്ടുണ്ട് തനിക്ക്. അങ്ങനെ ഉദ്ദേശിച്ച് തനിക്ക് വേണ്ടി വാങ്ങിയത് തന്നെയാണ്. പക്ഷേ ഇപ്പം തോന്നിയത് ഒരു കാര്യം ചെയ്ത് സ്ത്രീധനായിട്ട് അങ്ങനെ കൊടുത്തേക്കാം. എന്നപ്പോൾ നാട്ടുകാരുടെ തനിക്കൊരു പേര് കിട്ടുമല്ലോ എന്ന് കരുതി അദ്ദേഹം പറഞ്ഞതാ, ഈ സ്വർണ്ണരഥം ഞാൻ ആർക്ക് വേണ്ടി വാങ്ങിയതാ? ആർക്ക് വേണ്ടി വാങ്ങിയത് നിങ്ങൾ പറയൂ. ദേവകിക്ക് സ്ത്രീധനം കൊടുക്കാനാന്ന് പറഞ്ഞ ഈ രഥം ആർക്ക് കൊടുക്കണു? വസുദേവർക്ക് ചാവി. വസുദേവരെ ഇതിന് നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ് അതും ഘടന വാങ്ങി. ഡ്രൈവർ വേണ്ടേ, ഞാൻ തന്നെ ഓടിക്കാം. ജനങ്ങൾ പറഞ്ഞു കണ്ടില്ല അയാളുടെ ഒരു വിനയം. നമ്മളെന്താ വിചാരിച്ചത് അദ്ദേഹത്തെ പറ്റി? അല്ലെങ്കിൽ ഈ രാജാവ് ഡ്രൈവറുടെ സീറ്റിലിരിക്കുമോ സാധാരണ? ഒരു മടിയില്ല. ആ വിനയം കണ്ടില്ലേ? എന്നിട്ട് ആ തേര് തെളിക്കണതാരാ? കംസൻ ആ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് കൊമ്പം വീശൊക്കെ അങ്ങനെ പിരിച്ച് ചുറ്റും നോക്കുകയാണ്. കാണുന്നില്ലേ എൻ്റെ വിനയം? നിങ്ങൾ കാണുന്നില്ലേ? ആ കാണണേ, അവരുടെ കഷ്ടപ്പെടുന്നതൊക്കെ ഇപ്പോൾ കാണാനാണ്. തേരിലേക്ക് വസുദേവരും ദേവകിയും കയറി പോണ വഴിക്ക് തമാശയൊക്കെ പറയുന്നുണ്ട് കംസൻ. പേടിക്കൊന്നും വേണ്ട വസുദേവരെ, എൻ്റെ അനിയത്തിയായതുകൊണ്ട് പറയല്ല, ഒട്ടും വിഷമിക്കേണ്ട. അദ്ദേഹം പറഞ്ഞു ആ വിഷമം മാത്രമേ എനിക്കുള്ളൂ, അവിടെ അനിയത്തിയാണല്ലോ എന്നുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ജംഗ്ഷനെത്തി. അവിടുന്ന് ഒരു അശരീരി കേട്ടു. അതാണ് ട്വിസ്റ്റ്. എന്തുണ്ടായി? അസ്യാസ്ത്വാം അഷ്ടമോ ഗർഭാ ഹന്തായാം വഹസേ അബുധ. അലയോ ബുദ്ധിയില്ലാത്തവനെ. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ട്. ആരും തിരിഞ്ഞു നോക്കിയില്ല. അവരൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. കാരണം അവർക്കറിയാം ഇതിപ്പം നമ്മളല്ല വിളിച്ചത്, വിഡ്ഢിന്നാണ് വിളിച്ചത്. ആര് തിരിഞ്ഞു നോക്കി? കംസൻ തിരിഞ്ഞു നോക്കി. ഞാൻ തന്നെ. അല്ല, ഇപ്പം ഇവിടെ വിഡ്ഢിയായിട്ട് ഞാനല്ലാണ്ട് വേറെ ആളില്ല. അതാ ഉറപ്പ്. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കി പറയാണ്, അല്ലയോ വിഡ്ഢി, നീ ആരെയാണോ വഹിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ 8ാമത്തെ ഗർഭം നിൻ്റെ അന്തകനാവും. ഗർഭം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ആണോ പെണ്ണോ ഒന്നും പറഞ്ഞിട്ടില്ല. ആൺകുട്ടി പെൺകുട്ടിയൊന്നും പറഞ്ഞിട്ടില്ല. അതങ്ങോട്ട് കേട്ടതും കംസൻ്റെ ശരിക്കുള്ള സ്വഭാവം പുറമേക്ക് വരുമ്പോൾ ഇതൊക്കെ അഭിനയമാണ്. എത്ര നേരം അഭിനയിക്കാൻ പറ്റും? ഒരു പ്രയാസം കണ്ട് വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ മനസ്സിലാവാം അഭിനയമാണോ അല്ലെന്ന്. അപ്പം മനസ്സിലാവും. അത് കാണിച്ചു കൊടുക്കുകയാണ് നാട്ടുകാരെ. ഇവരുടെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ കണ്ടോളൂ എന്ന് കാണിക്കാനാണ് അശരീരി തന്നെ. ചമ്മട്ടിയും കടിഞ്ഞാണ് അങ്ങോട്ട് വലിച്ചു പറഞ്ഞു. ഇത് അശരീരി, ഇത് ആരെങ്കിലും വിളിച്ചു പറഞ്ഞതാണ്, ഇടവഴിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണോ, വാക്കിൽ വല്ല സത്യമുണ്ടോ എന്നൊന്നും അന്വേഷിക്കാതെ ദുഷ്ടൻ ചാടി പുറപ്പെട്ടു. ആരെയിൽ നിന്ന് വാളം കെട്ട് ഒരു അനിയത്തിയെ മുട്ടിയും കെട്ട് പിടിച്ച് കഴുത്ത് വെട്ടാൻ പുറപ്പെട്ടു. ഖഡ്ഗപാണി കചേഗ്രഹീതു. ആ മുടിക്കങ്ങോട്ട് പിടിച്ച് കഴുത്ത് വെട്ടാൻ പുറപ്പെട്ടു. പാവം വസുദേവരം കണ്ട് തൻ്റെ കൺമുന്നിൽ നിന്ന് തൻ്റെ ഭാര്യയെ കൊല്ലാൻ പോവുകയാണ് ആരെ? അടിയൻ. എന്തു ചെയ്യും? തടയാൻ പറ്റൂ? തടഞ്ഞാൽ തൻ്റെ കഴുത്ത് വിട്ടു. എന്നാൽ തടയാണ്ടിരിക്കാൻ പറ്റുമോ? എന്താ ഇപ്പം അദ്ദേഹത്തെ പറയേണ്ടത്? എങ്ങനെയെങ്കിലും ഇത് ഇല്ലാണ്ടാക്കണം. ഈ അധർമ്മം തൻ്റെ മുന്നിൽ നിന്ന് പറ്റില്ല. അതുകൊണ്ട് കേമായിട്ട് അങ്ങോട്ട് സ്തുതിച്ചു. ആരെ? കംസനെ അങ്ങോട്ട് ഇഷ്ടമായിട്ടല്ല, നിവൃത്തില്ല. ശ്ലാഘനീയ ഗുണശൂരൈഹി, എല്ലാ ഗുണങ്ങളും തകഞ്ഞവനല്ലേ രാജാവേ അങ്ങ്. ഇങ്ങനെയൊക്കെ കളവ് പറയണ വെച്ചാൽ എന്ത് ഗുണമുള്ളത്? ദോഷം മാത്രമേ ഇയാൾക്കുള്ളൂ. അല്ല, അങ്ങനെ പറഞ്ഞാൽ ഒന്ന് വിടിയിരിക്കും. ഭവാൻ ഭോജയശസ്കര, ഈ ഭോജവംശത്തിൽ സൽപ്പേരുണ്ടാക്കിയവനല്ലേ അങ്ങ്. ഇയാളെ കൂടെ ചീത്തപ്പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അനിയത്തിയെ വിടുമായിരിക്കും. അങ്ങനെയുള്ള അങ്ങ് നോക്കുക, കല്യാണ ദിവസം അനിയത്തി അങ്ങനെ കൊല്ലുക പറഞ്ഞതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട് കേട്ടോ. അങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് പുറപ്പെടല്ലോ. ഇതൊക്കെ അങ്ങേക്ക് ചീത്തപ്പേരുണ്ടാക്കും. അത് പെൺകുട്ടിയല്ലേ, അനിയത്തിയല്ലേ, ഒന്നും ചെയ്യണ്ട.
എന്നൊക്കെ പറഞ്ഞെങ്കിലും കംസൻ കേൾക്കണില്ല. അവിടതുപോലെയൊക്കെ ശ്രമിച്ചെങ്കിലും കംസൻ ലേശം മാറ്റം കംസനില്ല. വസുദേവരൊന്ന് ആലോചിച്ചു, താൻ അവിടതുപോലെയൊക്കെ ശ്രമിച്ചു, ഇനി ഭഗവാൻ എന്താ വെച്ചാൽ കണക്കാക്കട്ടെ, നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ സാധിക്കുക. നല്ലോണം ഒന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലായി, ആ അശരീരിയിലൊരു സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ദേവകി ഇപ്പം മരിക്കേണ്ടവളല്ല. കാരണം 8ാമത്തെ ഗർഭമാണ് അന്തകൻ. 8ാമത്തെ ഗർഭം അന്തകൻ എന്ന് പറഞ്ഞാൽ 8 പ്രസവിക്കണ്ടേ? 8 പ്രസവിക്കണമെങ്കിൽ ഇപ്പം മരിക്കാൻ പാടുമോ? ഭഗവാൻ എന്താ കണക്കാക്കിയത് ആർക്കറിയാം. എന്തായാലും ദേവകി ഇപ്പം മരിക്കേണ്ടവളല്ല. വസുദേവർക്ക് തോന്നി, ഇങ്ങനെ പറഞ്ഞാലോ എന്ത്, അല്ല രാജാവേ, ദേവകി കൊല്ലുന്നല്ലോ അശരീരി പറഞ്ഞത്. ദേവകിയുടെ 8ാമത്തെ കുട്ടിയല്ലേ, 8ആക്കണ്ട, ഉണ്ടാവണ കുട്ടികളെ മുഴുവൻ ഞാൻ അങ്ങോട്ട് തരാം. ദേവകിയെ വെറുതെ വിട്ടൂടെ? കംസനൊന്നും തിരക്കിടില്ലല്ലോ. എന്നാൽ പിന്നെ അനിയത്തിയെ കൊന്നുള്ള ചിത്തപ്പേരില്ല. പിന്നെ വസുദേവർ സത്യസന്ധനാ, കളവ് പറയില്ല, പറഞ്ഞ വാക്ക് പാലിക്കും. എന്നാൽ പിന്നെ അങ്ങനെ ആവാം എന്ന് കരുതി കംസന് കുറച്ചൊന്ന് മുഷിഞ്ഞു. എന്നാലും ദേവകിയെ അപ്പം കൊന്നില്ല. അദ്ദേഹം ആ തേരിൽ നിന്ന് ദേവകിയും വസുദേവരെയും ഇറക്കി. അവർ പിന്നെ ഊബർ വിളിച്ച് പോവുകയുണ്ടായിരുന്നു. അതല്ലാതെ വണ്ടിയൊന്നും കൊടുത്തിട്ടില്ല. കംസൻ കൊടുക്കേ സ്വർണ്ണരഥം. സ്വതവേ കല്യാണം കഴിഞ്ഞാൽ ഗൃഹപ്രവേശം ഉണ്ടാവുമെങ്കിൽ ഇവർക്ക് ഗൃഹപ്രവേശം കൊണ്ടുപോയി ജയിലിൽ അങ്ങോട്ട് ഇട്ടു. ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഗർഭിണിയായി ദേവകി പ്രസവിച്ചു. ആൺകുട്ടി കൃഷ്ണൻ്റെ ഏട്ടൻ, വലിയേട്ടൻ, കീർത്തിമാൻ എന്നൊക്കെ പേരിട്ടു. ലാളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദേവകി. വസുദേവർ പറഞ്ഞു മതി, ലാളിച്ചത് മതി, അധികം ലാളിച്ച സ്നേഹം കൂടും, അതിൻ്റെ ചിരി കളിവ് കണ്ടാൽ കുറച്ചുകൂടി സ്നേഹം കൂടും, അതുകൊണ്ട് മതി, നിർത്തൂ. നീ ഇപ്പോൾ ജീവിച്ചിരിക്കണത് ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടാ. നമുക്ക് ധർമ്മമല്ലേ പ്രധാനം, പറഞ്ഞ വാക്കല്ലേ പ്രധാനം, സ്നേഹം ലേറ്റല്ല, പക്ഷേ ഇത് കൊടുത്തേ പറ്റൂ, ഞാനല്ലേ വാക്ക് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പിടിച്ച് വാങ്ങി ഈ ഉണ്ണിയും കൊണ്ട് എങ്ങോട്ട് പോവുകയാണ്. കംസൻ ചോദിക്കണതിൻ്റെ മുന്നേ കൊടുക്കണം. കാരണം മാന്യന്മാർക്ക് അങ്ങനെയാണ്, ചോദിക്കണതിൻ്റെ മുന്നേ അങ്ങോട്ട് പറഞ്ഞ ദിവസം അങ്ങോട്ട് എത്തിക്കുക. കംസൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തൻ്റെ മകനെയും കൊണ്ട് ആരും ഓടുന്നു. വസുദേവൻ അങ്ങനെ ഓടിച്ചില്ലാണ് കംസൻ്റെ അടുത്ത്. അപ്പോൾ മുത്തശ്ശിമാരൊക്കെ ചുറ്റും കൂടി നോക്കിയിട്ട് അമ്മാവൻ്റെ ചായ കംസൻ്റെ ഓരോന്നും ഉണ്ടായിട്ടില്ല, അപ്പം ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴേക്കും അങ്ങനെ ഈ ഉണ്ണിയും കൊണ്ട് അങ്ങനെ ഓടിപ്പോവാണ്. കംസനെ തട്ടി വിളിച്ചതാ അങ്ങ് പറഞ്ഞതുപോലെ. ആദ്യത്തെ ഉണ്ണിയ അങ്ങേക്ക് കൊല്ലിയെ വളർത്ത് എന്താ വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ് കംസൻ അങ്ങനെ കൊടുത്തപ്പോൾ കംസൻ അങ്ങനെ നോക്കുകയാണ്, എന്താ ഈ വസുദേവരുടെ ഒരു മഹത്വം. ഉണ്ടായ ഉണ്ണിയെ നോക്കൂ, പറഞ്ഞ വാക്ക് പ്രധാനമായിട്ട് കൊല്ലാൻ തന്നത് കണ്ടില്ലേ. നല്ലോണം നോക്കിയാൽ ഉണ്ണിയെ നോക്കിയപ്പം മുത്തശ്ശിമാരൊക്കെ പറയേണ്ടത് തൻ്റെ കുറേശ്ശൊക്കെ അവിടെ ഇവിടെയൊക്കെ തൻ്റെ ഒരു ഉണ്ണിയാൻ ചെന്തോ അങ്ങനെ അമ്മാമനൊന്നുമല്ല എന്തോ. അപ്പോൾ തന്നെ വിളിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ പറയാം, തൻ്റെ അനിയത്തിയുടെ മകനല്ലേ എന്ന് കരുതിയപ്പോൾ ഒരു ഇഷ്ടം ഉണ്ണിയോട് തോന്നി. എന്തേന്ന് വെച്ചാൽ അങ്ങനെ ചിലപ്പോൾ ദുഷ്ടന്മാർക്ക് ചില ഇഷ്ടമൊക്കെ ഉണ്ടാവും. ആ ഉണ്ണിയെടുത്തൊരു ഉമ്മ അങ്ങോട്ട് കൊടുത്തു. ആർക്ക് കൊടുത്തു? വസുദേവർക്കനെ കൊടുത്തു. പ്രതിയാതു കുമാരോയം. എനിക്ക് ഈ ഉണ്ണിയെ പേടിയൊന്നുമില്ല, എനിക്ക് പേടി 8ാമനെയാണ്. 8ാമനാകുമ്പോൾ കൊണ്ടുവന്നാൽ മതി, അതുവരെയുള്ളത് അങ്ങ് വളർത്തിക്കോളും. വസുദേവർ ആ ഉണ്ണിയും കൊണ്ട് തിരിച്ചു വരണു. അപ്പോഴേക്കും നാരദ മഹർഷി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വൈകുണ്ഠത്തിലെത്തി. ഭഗവാൻ അവിടെ ചെരിഞ്ഞ് കിടക്കുക, വരണമൊന്നുമില്ല. ഭഗവാന്റെ ഇച്ഛ എന്തെന്ന് മനസ്സിലാക്കി. ഈ കുട്ടികൾക്കൊക്കെ പ്രാരബ്ധം ഇയാളുടെ കൈകൊണ്ട് ഭരിക്കാനാണ്, അത് അവരുടെ കർമ്മഫലം എന്ന് കൂട്ടിക്കോളും. നാരദരെ ഒക്കെ പെട്ടെന്ന് ആക്കണം, എന്നാൽ ഞാൻ വേഗം വരാം. ശരി, നാരദർ പടത്തിൽ പറഞ്ഞു, കംസ താനെന്തൊരു പൊട്ടനാടോ എന്നാണ്. അശരീരി താൻ കേട്ടതല്ലേ, 8ാമത്തെ കുട്ടി കൊല്ലുന്ന പറഞ്ഞിട്ട് എന്താ കുട്ടിയെ തിരിച്ചു കൊടുത്തത്? അത് 8ാമനല്ലല്ലോ നാരദരെ, 1ാമനല്ലേ. 1, 8 എന്നൊക്കെ താനെങ്ങനെ കണക്കാക്കണത്? 10 പേര് വട്ടത്തിലിരുന്ന ആരാ 8ാമൻ? അല്ല, ആരാ 8ാമൻ പറയൂ? 10 പേര് വട്ടത്തിലിരുന്നു. ഇതിൽ ആരാ 8ാമൻ? എണ്ണനാളുടെ സാമർഥ്യം പോലെ ഇരിക്കും. 5 പേരല്ലോ, ഇതിൽ 5ാമത്തെ പേരല്ലോ. അതിപ്പോൾ എവിടുന്നാ എണ്ണണോ വെച്ചാൽ അതിനനുസരിച്ചിരിക്കും. 5 ഒന്നാവും, 1 5ആവും, 8 ഒന്നാവാം, 1 8 ആവാം. കരുതിയിട്ട് മതി, ആലോചിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. താൻ വിവരക്കേട് കാണിക്കരുത്, അല്ലെങ്കിൽ താൻ കണക്കിൽ മോശം, അത് വേറെ വിഷയം, പുറത്ത് പറയണ്ട. അപ്പം അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആര് പോയി? നാരദൻ അങ്ങോട്ട് പോയി. കംസൻ അങ്ങോട്ട് വെപ്രാളം. അപ്പോഴേക്കും 6 കുട്ടികളുണ്ടായിട്ടുണ്ട്. 6 കുട്ടികളിൽ നിഷ്കരുണം ഈ കംസൻ വധിച്ചു. അതിനെതിരെ നിന്നു ഉഗ്രസേനൻ 2 അടിക്കിട്ട് അടിച്ചു. അച്ഛനാണ്. ഇനിയും എൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ ഈ കുട്ടികളെ കൊന്നതുപോലെ ഞാൻ തന്നെ. അദ്ദേഹം വേഗം ജയിലിൽ കയറി ഓടാൻ പറ്റിട്ട് അവിടെ ഇരുന്നു. വലിയ സുഖം എന്ന് കരുതി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ കംസൻ്റെ പ്രകൃതം. അധർമ്മം ധാരാളം നടന്നപ്പോൾ കുറേ പേര് നാട് വിട്ടുപോയി. അങ്ങനെ പോയി ആര്? ഈ വസുദേവരുടെ ഒരു പത്നി രോഹിണി. അവൾ വസുദേവരുടെ സുഹൃത്താണ്, ബന്ധുവാണ്. നന്ദഗോപുരം ഗോകുലത്ത് നദി ഇങ്ങോട്ട് കടന്നാൽ മതി, യമുനാ നദി കടന്നാൽ അവിടെ എത്തി. അവിടേക്ക് പോയി. അവിടെ നല്ല ശാന്തമായ സ്ഥലമാണ്, അവിടേക്ക് മാറി. അങ്ങനെ ഇരിക്കുകയാണ് അവസ്ഥ. ഇനിയിപ്പോൾ നാളെ കഥ കേൾക്കുമ്പം വിചാരിക്കും നമ്മളെന്താ എങ്ങനെ ഇവിടെ എത്തിയാൽ, ഈ രോഹിണി എങ്ങനെ ഇവിടെ എത്തിയെന്ന് വിചാരിക്കേണ്ട. അങ്ങനെയാണ് എത്തിയത് അവിടെ നന്ദഗോപരുടെ കൊട്ടാരത്തിൽ. ദേവകി 7ാമത് ഗർഭം ധരിച്ചു. അതാണ് ബലരാമൻ.
ഭഗവാന് തോന്നി ഇനി വൈകണ്ട, പുറപ്പെടാം. ഭൂമിക്ക് നേരെ അങ്ങോട്ട് വരുമ്പം ഇങ്ങനെ ഇങ്ങോട്ട് പോയാൽ പറ്റില്ല. നിർഗുണമായ ബ്രഹ്മം സഗുണനാവണം. അതിന് മായയെ സ്വീകരിക്കുകയാണ്. തനി തങ്കം കൊണ്ട് പണ്ടുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ചെമ്പ് ചേർക്കും. മായയെ അടുത്ത് വിളിച്ചു. ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോപഗോഭിരലങ്കൃതം. നീ ഒന്ന് വരണം, എന്നിട്ടേ നീ ആ 7ാമത്തെ ഗർഭം അവിടുന്ന് അങ്ങോട്ട് പ്രസവിക്കേണ്ട ദേവകി. ആ ഗർഭത്തിൽ നീ എന്ത് ചെയ്യുക, നീ കൊണ്ടുപോയിട്ട് ആ രോഹിണിയുടെ ഗർഭത്തിലാക്കുക. വസുദേവരുടെ പത്നിനെയാണ്. അതാണ് ബലരാമൻ കുറച്ച് ദിവസം ദേവകിയുടെ ഗർഭത്തിലും ഉണ്ടായി, പിന്നെ കുറച്ച് ദിവസം രോഹിണിയുടെ ഗർഭത്തിലും ഉണ്ടായി. അതുകൊണ്ട് രണ്ടുപേരും അമ്മമാര. എന്നിട്ട് പിന്നെ നീ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, അതിനൊക്കെ ബസ്സൂലിയാവില്ലേ. പിന്നെ ഞാനെന്താ വേണ്ടു, അവിടെ യശോദ ഉണ്ട്, നമ്മുടെ നന്ദഗോപരുടെ ഭാര്യ. ഗോകുലത്തിൽ 40-45 വയസ്സായി, മക്കളൊന്നും ഇല്ലാണ്ട് വിഷമിച്ചിരിക്കുക. നീ അങ്ങോട്ട് പ്രവേശിച്ചോ. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നിന്നെല്ലാവരും ആരാധിക്കും. ദുർഗേതി ഭദ്രകാളീതി വിജയ വൈഷ്ണവീതി ച കുമുദ ചണ്ഡിക കൃഷ്ണ മാധവി കന്യകേതി ച മായ നാരായണി ഈശാനി, ഇങ്ങനെയൊക്കെ പേര് വിളിച്ച് അമ്പലം കെട്ടി നിന്നെ ആരാധിക്കും. ദേവിക്ക് വലിയ സന്തോഷം. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ ദേവി അങ്ങനെ ചെയ്തു. 7ാമത് ഗർഭമുണ്ടായ വിവരം കംസൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഉടനെ തന്നെ അവിടെയുള്ള മുത്തശ്ശിമാരൊക്കെ പറയുന്നുണ്ട്, ഇപ്പം ദേവകിക്ക് കൊമ്പൊക്കെ പഴയ പോലെ തന്നെ അലസിപ്പോയി. കംസന് പരിഭ്രമായി. അലസിപ്പോണ കാര്യം അശരീരി പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അടുത്തത് 8ഓ 7ഓ 8ാമനെ ശ്രദ്ധിക്കണം. അങ്ങനെ ഇരിക്കും. ഒരിക്കൽ കാരാഗൃഹത്തിൽ സന്തോഷമായിട്ടിരിക്കണ വസുദേവരെ കണ്ടപ്പോൾ അടുത്ത് വന്ന് ദേവകി ചോദിച്ചു, എങ്ങനെ സാധിക്കുന്നു മനുഷ്യ? 6 കുട്ടികളാണ് ഏട്ടൻ തല്ലിക്കൊന്നത്. 7ാമത് ഗർഭമുണ്ടായി അലസിയും പോയി. എന്നിട്ട് അച്ഛനായിട്ടുള്ള അങ്ങേക്ക് ഇങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു, എന്താ ചോദിച്ചപ്പോൾ എന്താ പറയുക, കണ്ണങ്ങോട്ട് അടച്ചാൽ സമാധാനം. ഒരു നീലബാലൻ ചുരുണ്ട കേശം തൻ്റെ കവളിനോട് കവൾ ഉരസിയിട്ട് പറയണം, അച്ഛൻ ഞാനെത്തി. എന്തിനാ വിഷമിക്കണു? ഞാൻ അടുത്തെത്തിയാൽ പിന്നെ ദുഃഖമുണ്ടോ? പിന്നെ ഇത് ദുഃഖിക്കണം, സന്തോഷമായിട്ടിരിക്കണം, ഇനിയുള്ള കാലം നല്ല കാലമാണ് എന്ന് തന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുക. ദേവകി പറഞ്ഞു, പിന്നെ ഞാനൊന്ന് കാണട്ടെ, ഒന്ന് വർണ്ണിക്കുമോ? തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം. അതങ്ങനെ വർണ്ണിച്ചു. അതങ്ങനെ കേട്ടു. ആര്? ദേവകി കേട്ടു. അങ്ങനെ അങ്ങനെ വസുദേവരോട് പറഞ്ഞപ്പോൾ അങ്ങനെ കേട്ട് ചെവിയിലൂടെ അങ്ങനെ വന്ന് അങ്ങനെ ഹൃദയത്തിൽ വന്ന് അങ്ങനെ ഗർഭം ധരിച്ചു. ഇങ്ങനെയൊക്കെ ഗർഭം ധരിക്കുമോ ചോദിച്ചാൽ ദേവകയിൽ നിന്ന് അങ്ങോട്ട് ഭഗവാൻ ഉണ്ടായി. ചില വലിയ ചോദ്യമൊക്കെ ചോദിക്കും, വലിയ സംശയമൊക്കെ ആയിട്ട്. ഇന്നലെ ആ തൂണെന്ന് നരസിംഹം ഉണ്ടായിന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചില്ല. സംശയം ചോദിച്ചു. വലിയ യുക്തിയൊന്നും നോക്കണ്ട, അത്രയേ ഉള്ളൂ. ഭഗവാൻ എവിടെ ഇല്ലാത്തൊരു സ്ഥലം പറഞ്ഞു തരൂ. ഇവിടെ അങ്ങനെ കാണപ്പെട്ടു, അത്രയേ ഉള്ളൂ. ഭഗവാൻ ഉണ്ടായിന്ന് എവിടെയും പറയില്ല. ഇപ്പം അവതാരം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. ഇന്നലെ ഇപ്പം നരസിംഹാവതാരം പറയുമ്പോഴും ഭഗവാൻ ഉണ്ടായിന്ന് പറയില്ല. അദൃശ്യത, കണ്ടു അല്ലെങ്കിൽ കാണപ്പെട്ടു, അത്രയേ ഉള്ളൂ. ഉണ്ടായിന്ന് പറഞ്ഞാൽ ഇല്ലേണ്ടെന്ന് പറയേണ്ടി വരും. അത് പറയില്ല. ഇവിടെ വസുദേവ ഐക്ഷത, വസുദേവൻ അവിടെ അങ്ങനെ കണ്ടു, അത്രയേ ഉള്ളൂ. ദേവകിയെ ഗർഭം ധരിച്ചു. എന്തൊന്നുമില്ലാത്ത ചൈതന്യം ദേവകിക്ക്. കംസൻ കാണാൻ വന്നു. എന്തൊരു ചൈതന്യമാണ്, സംശയമൊന്നുമില്ല. ഇതന്നെ എൻ്റെ അന്തകൻ. കംസൻ ഉറപ്പിച്ചു. ദേവകി പ്രസവിച്ചാൽ വാർത്ത അറിയിക്കണം എന്ന് പറഞ്ഞ് 10 പേരെ ഏർപ്പാടാക്കി. അവരുറങ്ങിപ്പോകുമെന്ന് പേടിച്ച് അവർ നോക്കാൻ വേണ്ടി 10 പേരെ ഏർപ്പാടാക്കി. അവരുറങ്ങിപ്പോകുമെന്ന് നോക്കാൻ വേണ്ടി കംസൻ തന്നെ ഉണർന്നിരിക്കുക. എന്നാൽ പിന്നെ ഇയാൾക്ക് അവപ്പുറത്ത് വരുന്ന ഇവർക്ക് ഉറങ്ങായിരുന്നു. കംസൻ അന്ന് പോയതാ ഉറക്കം. ആസീനഹ സംവിഷ്ണുസ്തിഷ്ഠൻ ഭുഞ്ജാന പര്യടൻ മഹീം ചിന്തയാനോ ഋഷികേശം അവശ്യ തന്മയം ജഗത്. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഇപ്പം പരീക്ഷത്തെ കംസനൊറ്റ ചിന്തയുള്ളൂ. എന്ത്? സർവം ബ്രഹ്മമയം. കൃഷ്ണനല്ലാണ്ട് ഒന്നുമില്ല. കൃഷ്ണൻ എന്നുള്ള പേരില്ല. എട്ടാമൻ 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 എട്ടാമൻ. ഇതന്നെ ചിന്ത, വേറൊരു ചിന്തയില്ല. ഭഗവാൻ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ കൊണ്ട് തന്നെ ധ്യാനിപ്പിക്കുക. നല്ലൊരു സാധകൻ. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നമുക്ക് അങ്ങനെ ഉണ്ടോ? എപ്പോഴും ഈശ്വര സ്മരണ ഉണ്ടോ? ഭാഗവതം കേൾക്കുമ്പോൾ പോലും ഇടയ്ക്കിടയ്ക്ക് മനസ്സെവിടേക്ക് പോകുന്നില്ലേ? ഇത് എപ്പോഴും എന്ത് കർമ്മം ചെയ്യുമ്പോഴും മനസ്സ് എട്ടാമൻ എട്ടാമൻ എട്ടാമൻ. കലണ്ടർ നോക്കിയാൽ 8, 18, 28 അത് മാത്രമേ കാണുള്ളൂ. 9 മാസമായി. ബ്രഹ്മാദി ദേവന്മാർ വന്നു. കേമായിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം വ്രതസത്യനേത്രം സത്യാത്മകം തുവാം ശരണം പ്രപന്നാഹ. സത്യം കൊണ്ട് കോർത്തൊരു മാല. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനി നിഹിതം ച സത്യേ സത്യസ്യ സത്യം. എന്തെങ്ങനെ സത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, തുടക്കത്തെ പറഞ്ഞത് ഓർമ്മല്ലേ? ഭാഗവതം ആരംഭിച്ചത് എങ്ങനെയാണ്? സത്യം പരം ധീമഹി. ഇനി അവസാനിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സത്യം പരം ധീമഹി. ഇപ്പം പറയാണ്, ഇനിയിപ്പോൾ ആ സത്യം നമുക്ക് പാകത്തിനൊരു രൂപം ധരിച്ച് വരികയാണ്. സത്യം സത്യം എന്ന് പറയുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ കിട്ടും. അപ്പം നമുക്ക് അനുഭവിക്കാൻ പാകത്തിന് ആ സത്യസ്വരൂപൻ രൂപം ധരിച്ചു വരണു. ഇത് പരമസത്യം തന്നെയാണെന്ന് കാണിക്കാനാണ് അങ്ങനെ ഒരു ശ്ലോകം.
ഭൂമിയുടെ ഭാരം അങ്ങ് തീർക്കണേ. അമ്മയൊന്ന് നമസ്കരിക്കട്ടെ. എല്ലാ അമ്മമാരും അമ്മയാവാൻ മോഹിക്കുകയാണ് ഇതേപോലൊരു അമ്മ ആവാൻ. പ്രളയത്തിൻ്റെ അവസാനത്ത് നോക്കും, ഈ ബ്രഹ്മാണ്ടം ഭഗവാൻ വിഴുങ്ങുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ കുമ്പയിലാണ്, കുക്ഷിയിലാണ് ഈ കാണുന്ന പ്രപഞ്ചം. ആ ഭഗവാൻ ഇപ്പോൾ അതാ നിൻ്റെ കുക്ഷിയിൽ. ഭാഗ്യവതിയല്ലേ, നമസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞ് പരമശിവനും ബ്രഹ്മദേവനൊക്കെ ഈ ഭാഗ്യവതിയായിട്ടുള്ള ദേവകിയെ നമസ്കരിക്കുന്നു. ദേവന്മാരൊക്കെ തിരിച്ച് സ്വർഗത്തിലേക്ക് പോയെങ്കിലും ബ്രഹ്മാവും ശിവനും പോയില്ല, അവിടെ നിൽക്കുകയാണ്. കാരണം അവരുടെ സാന്നിധ്യത്തിൽ വേണം ഭഗവാൻ അവതരിക്കാൻ. കാരണം മൂന്നല്ല ഒന്നാണെന്ന് കാണിക്കുകയാണ്. അതാണ് ശ്രാവണ മാസം, ശിവൻ്റെ പക്ഷമാണ് അഷ്ടമി, ബ്രഹ്മദേവൻ്റെ നാളാണ് രോഹിണി. അങ്ങനെ അഷ്ടമി രോഹിണി നാളിൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ്റെയും ശിവൻ്റെയും സാന്നിധ്യം കാണിക്കുകയാണ്. അഥാ സർവഗുണോപേതകാല പരമശോഭന യർഹ്യേവാജനജന്മർക്ഷം ശാന്തർക്ഷഗ്രഹതാരകം. അഥ എന്ന് പറഞ്ഞാൽ മംഗളത്തെ സൂചിപ്പിക്കുകയാണ്. അധശബ്ദം മംഗളം വരികയായി. ഇനി പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല, ദുഃഖങ്ങളില്ല, ആനന്ദം മാത്രം എന്ന് കാണിക്കാൻ അഥ സർവഗുണോപേതകാല, എല്ലാ ഗുണങ്ങളോടും കൂടിയൊരു കാലം. പരമശോഭന കാല, പരമശോഭനമായ കാലം. ആകാശം നോക്കിക്കഴിഞ്ഞാൽ നല്ല നീലപ്പരവതാനി വിരിച്ച് പ്രകൃതി ഭഗവാനെ കാത്തിരിക്കുകയാണോ തോന്നും. ആകാശത്ത് കത്തി നിൽക്കുന്ന നക്ഷത്രങ്ങൾ കണ്ടാൽ ചെരാത് വെച്ച് ഭഗവാനെ കാത്തിരിക്കുകയാണോ തോന്നുന്നു. നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠപുരഗ്രാമവ്രജാകര. ചന്ദ്രൻ പൂർണ്ണനായിട്ട് പ്രകാശിക്കുക. സ്വതവേ അങ്ങനെ കാണാറില്ല, ഒരു കഷ്ണമൊക്കെ ആയിട്ട് കാണാറുള്ളൂ. ഇന്നങ്ങനെയല്ല, അന്നങ്ങനെ എന്തൊരു സന്തോഷം ചന്ദ്രന്. എങ്ങനെ സന്തോഷമില്ലാണ്ടിരിക്കുക? തൻ്റെ വംശത്തിലാണ് ആര്? ശ്രീരാമൻ സൂര്യവംശത്തിൽ പോയി. അപ്പോഴേ ചന്ദ്രനിൽ കുറച്ച് വിഷമമുണ്ട്. വിഷ്ണു ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞാലും ഞാൻ പ്രതീക്ഷിച്ചു പടിയാവുന്നു. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഇനി ഇതിലും കേമായിട്ടൊന്ന് വരുന്നുണ്ട്. അത് അങ്ങയുടെ വംശത്തിലാണ്. കാത്തിരിക്കുകയാണ് ചന്ദ്രൻ. ആ അവതാരം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ചന്ദ്രനിൽ എന്തെങ്കിലുമൊക്കെ ഒരു കളങ്കം എപ്പോഴും ഉണ്ടാവും. നോക്കിയാൽ കാണാം, എന്തെങ്കിലുമൊക്കെ കാണും. ഇങ്ങനെ ഇതിപ്പോൾ ഒന്നുമില്ല. ചന്ദ്രൻ അങ്ങനെ വളരെ ശുദ്ധമായിട്ട് അങ്ങനെ ഏതുപോലെ ചോദിച്ചാൽ തൻ്റെ ഒരു പേരക്കുട്ടി ആയി വരുമല്ലോ. ആര്? ഈ കൃഷ്ണൻ പാരാ, കൃഷ്ണൻ്റെ മുത്തശ്ശനാണ് ആര്? ഈ ചന്ദ്രൻ. ആ മുത്തശ്ശൻ തൻ്റെ പേരക്കുട്ടിയുടെ ചോറൂണോ പിറന്നാളൊക്കെ ഉണ്ടാകുമ്പം എത്ര കണ്ട് ഉത്സാഹം ഉണ്ടാവും. അച്ഛനേക്കാൾ ഉത്സാഹം ആർക്കുണ്ടാവും? മുത്തശ്ശൻ രാവിലെ നേരത്തെ നീട്ടി കുളിച്ച് ജപിച്ച് ഹോമം കഴിഞ്ഞ് തേവാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ കോടി മുണ്ടൊക്കെ എടുത്ത്, വലിയ കസവൊക്കെ ഉള്ള മുണ്ടെടുത്ത്, വേഷ്ടിയൊക്കെ തോളിലിട്ട്, ഭസ്മക്കുറി, ചന്ദനക്കുറി, സിന്ദൂരക്കുറിയൊക്കെ തൊട്ട് അങ്ങനെ സാരി കസേരയിൽ അങ്ങനെ ഇരിക്കുക. ഇത് കാണാൻ മകൻ്റെ പേരക്കുട്ടിയുടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആര്? ആ ചന്ദ്രൻ. അങ്ങനെ ഭഗവാന്റെ അവതാരം കാണാൻ. നിർമ്മലോടു ഗണോദയം മഹീമംഗളഭൂയിഷ്ഠ. പൂക്കളൊക്കെ അങ്ങനെ പൂത്തു. ഭൂമി രോമാഞ്ചക്കുപ്പായം അണിഞ്ഞതുപോലെയാണ്. ഭൂമിക്ക് എന്തൊരു സന്തോഷമാണ്. ഭഗവാൻ വരികയാണ്. ഇനി ആ പാദസ്പർശം ഏൽക്കാൻ തനിക്ക് പറ്റില്ലേ എന്ന് കരുതി ഭൂമി സന്തോഷിക്കുകയാണ്. പൂക്കളൊക്കെ പൂത്തു നിൽക്കുന്നത് കണ്ടാൽ താലപ്പൊലിയായിട്ട് നിൽക്കുക തോന്നും ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. പുരഗ്രാമവ്രജാകര നദ്യപ്രസന്ന സലില. നദി അങ്ങോട്ട് സ്വച്ഛമായിട്ട് ഒഴുകാൻ തുടങ്ങി. ഭാഗവതം കേൾക്കുന്ന സജ്ജനങ്ങളുടെ മനസ്സുപോലെ നദി അങ്ങനെ സ്വച്ഛമായിട്ട് ഒഴുകുകയാണ്. നദ്യപ്രസന്ന സലില. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓരോ ഭൂതങ്ങളാണ് വർണ്ണിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ ശുദ്ധമായത് വർണ്ണിക്കുക. ആദ്യം ആകാശം, പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട്. ഇപ്പം ഭൂമി, ഇപ്പം ജലം. നദ്യപ്രസന്ന സലില ഹൃദാചരുഹശ്രിയ ദ്വിജാളി കുലസന്നാദസ്തബക. പൂക്കളൊക്കെ പൂത്തു നിൽക്കുന്നു. അതിന്ന് തേൻ കുടിച്ചും കൊണ്ട് മന്ദമാർ ഈ വണ്ടങ്ങനെ പാറി നടക്കുകയാണ്. സ്വതവേ വണ്ട് പാറി നടക്കുമ്പം മൂളെങ്ങനെ വെച്ചാൽ രീന്നേ മൂളാറുള്ളൂ. ഇന്നിപ്പം കൃഷ്ണാവതാരമായതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് ഹാ ചേർത്തു. ഹരി 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 എന്ന് മൂളി അങ്ങനെ. ദ്വിജാളി കുലസന്നാദസ്തബക വനരാജയ. പക്ഷികളൊക്കെ അങ്ങനെ അവരുടെ ശബ്ദം കേട്ടാൽ മനസ്സിലാവും. അവർ പറയണത് എന്താ? കൃഷ്ണൻ പുറപ്പെട്ടു, കൃഷ്ണൻ വരികയാണെന്ന് പറയുകയാണ് എല്ലാവരും. അങ്ങനെയായി അവിടെ. ദ്വിജാളികുല സന്നാദസ്തബക വനരാജയ വവൗവായു സുഖസ്പർശ. പൂക്കളിൽ നിന്ന് സുഗന്ധം പേറിയും കൊണ്ട് മന്ദമാരുതൻ അങ്ങനെ വീശുകയാണ് വായു. കാളിന്തിൽ നിന്ന് ജലം എടുത്ത് വന്നു സ്പ്രേ. ഭഗവാൻ വരില്ല, ഒന്ന് അടിച്ചു തെളിച്ച് വൃത്തിയാക്കണ്ടേ എന്ന് കരുതി ശുദ്ധാക്കുകയാണ്. വവൗവായു സുഖസ്പർശ പുണ്യഗന്ധവഹശ്വജി അഗ്നയശ്ചദ്വിജാദീനാം. ബ്രാഹ്മണരുടെ ഗൃഹത്തിലെ അഗ്നി ഇന്ധനമില്ലാണ്ട് പ്രകാശിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഭഗവാൻ അവതരിക്കുക. അർദ്ധരാത്രി സമയം അവരങ്ങോട്ട് നിവർന്നിരുന്നു. കണ്ണടച്ച് നിവർന്നിരുന്ന് കൃഷ്ണ 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 ജപിക്കുകയാണ്. ദുർജനങ്ങളാവട്ടെ മത്സരിച്ച് കൂർക്കം വരിക്കുക. അവരിതൊന്നും അറിഞ്ഞില്ല. ഭഗവാൻ വരുന്ന കാര്യമൊന്നും അവർക്ക് അറിയണില്ല.
മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ അജനേ തസ്മിൻ നേതുഹു ദുന്ദുഭയോ ദിവി. ആകാശത്തിൽ തകില് നാദസ്വരം. ജഗു കിന്നര ഗന്ധർവാഹ. കിന്നരന്മാരും ഗന്ധർവന്മാരൊക്കെ ഭേദബുദ്ധി വിട്ടു. അവരൊക്കെ മാറി മാറി നിൽക്കണവരാ. ഞങ്ങളാകേവൻ അവരിപ്പം വിട്ടു. അവരൊരുമിച്ചു. ജഗു കിന്നര ഗന്ധർവാഹ. കിന്നരന്മാരും ഗന്ധർവന്മാരും ഒരുമിച്ച് അങ്ങനെ പാട്ട് പാടുന്നു. ജഗു കിന്നര ഗന്ധർവാഹ തുഷ്ടു സിദ്ധചാരണാഹ. സിദ്ധന്മാരും ചാരണന്മാരും ഒരുമിച്ചു. ഭഗവാൻ വരില്ല. ഇനി നമ്മൾ ഇങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ? വിദ്യാധര്യശ്ച നൃതുഹു അപ്സരോഭി. അപ്സരസുകളും വിദ്യാധര സ്ത്രീകളും ഒക്കെ ഒരുമിച്ച് അങ്ങനെ നൃത്തം വയ്ക്കുന്നു. ഭഗവാൻ വരികയാണ്. മുമുചുർമുനയോ ദേവ സുമനാം സിമുദാൻവിത. പുഷ്പവൃഷ്ടി. മന്ദം മന്ദം ജലധര. ചെറുതായിട്ട് അങ്ങനെ മഴ പെയ്യുകയാണ്. ഭഗവാന്റെ സ്വഭാവം കാണിക്കുകയാണ്. പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിച്ച് നീറി പുകയുന്ന ഹൃദയത്തിലേക്ക് കാരുണ്യവർഷം ചൊരിയുന്നവൻ എന്ന് കാണിക്കാൻ മന്ദം മന്ദം ജലധര. ജഗർജുരനുസാഗരം നിശീധേ. അർദ്ധരാത്രി സമയം. സൂര്യനില്ല അവിടെ, ചന്ദ്രനേ ഉള്ളൂ. പക്ഷെ ആര് വിടർന്നു? താമര കണ്ട് വിടർന്നു. സൂര്യൻ്റെ സാന്നിധ്യത്തിലല്ലേ താമര വിടരാറുള്ളൂ. ഇതിപ്പോൾ ചന്ദ്രനേ ഉള്ളൂ. ആമ്പലും വിടർന്നു, താമരയും വിടർന്നു. ആമ്പല് ചോദിക്കാം, നീ എന്തപ്പം വിടർന്നു? എൻ്റെ സമയം ആയില്ലല്ലോ. താമര പറഞ്ഞു, നീയാ തീരുമാനിക്കുക എൻ്റെ സമയം. അല്ല, സൂര്യൻ വന്നിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. നിന്നെക്കാൾ അവകാശം കൃഷ്ണനോട് എനിക്ക് തന്നെയാണ്. എന്താ കാരണം? കൃഷ്ണൻ്റെ കണ്ണെങ്ങനെയാ? ആമ്പല് പോലെ. അല്ലല്ല, താമര പോലെയാണ്. താമര കണ്ണാന്നല്ലേ വിളിക്കുക. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. താമര പോലെ കണ്ണ്, താമര പോലെ വയറ്, താമര പോലെ മുഖം, കവിള് താമര പോലെ. അതുകൊണ്ട് ഭഗവാന്റെ അവതാര സമയത്ത് വിടർന്നില്ലേ പിന്നെ എന്ന് വിടരാൻ? അതുകൊണ്ട് സൂര്യണ്ടോ നോക്കിയില്ല, നിയമം തെറ്റിച്ചിട്ട് താമര കണ്ട് വിടർന്നു. നിശീധേ തമഭൂതേ. അർദ്ധരാത്രി സമയം. മയില് പീലി പിടിച്ച് നൃത്തം വെച്ചു. എന്താ കാരണം? തനിക്കൊരു അഡ്രസ്സ് ഉണ്ടായി തന്നത് ആരാ? അത് ഒരു വലിയ വരെയൊന്നും മയിലില്ലായിരുന്നു. അതിൻ്റെ ശബ്ദം കേ കേ എന്നുള്ള ശബ്ദം എന്നൊക്കെ പറഞ്ഞ ആൾ കളിയൊക്കെ ചെയ്യുക. പക്ഷെ കൃഷ്ണാവതാരത്തിന് ശേഷം പിന്നെ മയിലിനെയൊക്കെ കണ്ടാൽ തിരുമേനി വീട്ടിൽ മയിൽ വന്നു, കൃഷ്ണൻ അവതരിച്ച പോലെ അങ്ങനെ ചെയ്യും. അതാണ് മയിൽ ഇങ്ങനെ നടക്കാൻ കാരണം. തല ഉയർത്തിയില്ലേ നടക്കുക. മറ്റുള്ള പക്ഷിപ്പം തല താഴ്ത്തുമ്പോൾ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുമ്പോൾ ആരോ ചോദിച്ചു, എന്താ മയിൽ നീ ഇങ്ങനെ കുറച്ചൊരു വിനയം വേണ്ട, ഒന്ന് ഒതുങ്ങി നടന്നുകൂടെ ചോദിച്ചപ്പോൾ മയിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ തന്നെ നടക്കും. എന്താ കാരണം വെച്ചാൽ ഞാൻ വേണ്ട 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 പറഞ്ഞ് കളയുന്ന എൻ്റെ തൂവലാണ് ആര് കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ പ്രഭു എടുത്ത് തലയിൽ വയ്ക്കുക. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ നടക്കും. അതാണ് മയിൽ അങ്ങനെ. നിശീഥേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ വിഷ്ണു. എല്ലാ ദിക്കിലും നടന്നു നിൽക്കുന്ന ഭഗവാനെ ഒന്നവിടെ വേറെ കാണുകയാണ്. എല്ലാ ദിക്കിലും ഉണ്ട് വായു, എന്നാലും ഫാൻ്റെ റൂട്ടിൽ നിന്ന് കുറച്ചധികം കിട്ടില്ലേ. ഇതുപോലെ സർവഗുഹാശയ വിഷ്ണു ആവിരാസീത് യഥാ പ്രാച്യാം ദിശി ഇന്ദുരിവ പുഷ്കല. ആ കിഴക്ക് ഭാഗത്ത് ചന്ദ്രൻ പ്രകാശിക്കും പോലെ ആ ഭഗവാൻ. കൃഷ്ണചന്ദ്രോദയം. ചന്ദ്രൻ ഉദിച്ച എല്ലാവർക്കും സന്തോഷമാണ്. ഒരു കുളിർമ, ഒരു ശീതളിമ, ഒരു തണുപ്പ്, ഒരു സന്തോഷം. ദുഃഖമൊക്കെ നീങ്ങണം. നിലാവ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതൊരു നീല നിലാവ്. നിലാവ് ഇഷ്ടപ്പെടാത്ത ആരും. നിലാവ് കണ്ട പാട്ടുകാർ പാട്ട് പാടും, ചിത്രകാരന്മാർ ചിത്രം വരയ്ക്കും, നൃത്തം ചെയ്യുന്നവർ നർത്തകന്മാർ നൃത്തം വയ്ക്കും, കഥ എഴുതുന്നവർ കഥ എഴുതും. പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലാത്ത നമ്മൾ നിലാവ് കണ്ട് നോക്കി നിൽക്കും. ആഹാ, എല്ലാവർക്കും ഇഷ്ടമാണ് നിലാവ് ഇഷ്ടപ്പെടാത്തവരുണ്ട് കേട്ടോ. നിലാവ് ഇഷ്ടപ്പെടാത്തൊരു കൂട്ടരുണ്ട്. അതാരാ ചോദിച്ചാൽ കള്ളന്മാർക്ക് ഇഷ്ടമല്ല. അത് കക്കാൻ പറ്റില്ലല്ലോ. കംസനെ പോലുള്ള കള്ളന്മാർക്ക് പേടി സ്വപ്നവും സജ്ജനങ്ങൾക്ക് ആശ്വാസവുമായും കൊണ്ട് ആ ഭഗവാൻ അവിടെ അവതരിച്ചു. തമദ്ഭുതം ബാലകം. എങ്ങനെയാ ഭഗവാനെ കാണാൻ? പറയാൻ പറ്റില്ല. അവിടെ തോറ്റുപോവുകയാണ്. ബാക്കിയുള്ള ദിക്കിലൊക്കെ ജയിച്ചു, പക്ഷെ ഇത് തോറ്റു. പറയാൻ സാധിക്കുമായിരുന്നെങ്കിൽ വ്യാസരെ എങ്ങനെയെങ്കിലും പറയും. ഇത് പറയാൻ വയ്യാത്തപ്പോഴാണെന്ന് പറയാം. അദ്ഭുതം ആയിരുന്നു എന്ന് പറയും. തം അദ്ഭുതം ബാലകം. പറയാൻ സാധിക്കില്ല. അത്ഭുതം എന്നേ പറയുള്ളൂ. അംബുജേക്ഷണം. അത്ഭുതം എന്ന് പറയാൻ കാരണം ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയല്ല, ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ആളാണ്. തം അദ്ഭുതം ബാലകം. കം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥം. ഈ അത്ഭുത ബാലൻ ബ്രഹ്മമാണ്. 4 കൈകളോട് കൂടിയാണ് വന്നത്. അത്ഭുതം ബാലകം. മഞ്ഞപ്പെട്ടെടുത്തും കൊണ്ടാണ് വന്നത്. അത്ഭുതം ബാലകം. ശ്രീവത്സം എന്ന മറുകുണ്ട്. അത്ഭുതം ബാലകം. ശംഖ് ചക്രം കഥാപത്മം ജനിക്കുമ്പോൾ തന്നെ. കാരണം അച്ഛനും അമ്മയും കാരാഗ്രഹത്തിലാണ്. കളിപ്പാട്ടം വാങ്ങി തരാൻ അവർക്ക് പറ്റുമോ? അതുകൊണ്ട് വരുമ്പോൾ തന്നെ ഒക്കെ അടുത്ത് പുറപ്പെട്ടതാ.
പി അതാണെന്ത് ശംഖ്, ചക്രം അതാണ് പങ്ക. അദ്ഭുതം ബാലകം അംബുജേക്ഷണം. അംബുജയെ നോക്കി, ലക്ഷ്മി ദേവിയെ നോക്കിയിട്ട് പറഞ്ഞു. അംബുജ പറഞ്ഞ ലക്ഷ്മിയെ നോക്കി, ഞാനങ്ങോട്ട് പോവുകയാണ്, നിനക്ക് എൻ്റെ അടുത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഭീഷ്മകൻ്റെ മകളായി രുക്മിണിയായിട്ട് വന്നോളൂ. അംബുജേക്ഷണം അതല്ലെങ്കിൽ താമരക്കണ്ണ് എന്നർത്ഥം. അംബുജേക്ഷണം, അംബുജ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥമുണ്ട്. അമ്പു എന്ന് പറഞ്ഞാൽ വെള്ളം, ജ എന്ന് പറഞ്ഞാൽ ജനിച്ചു. അമ്പുവിൽ നിന്ന് ജനിച്ചത്, വെള്ളത്തിൽ നിന്ന് ജനിച്ചത് ആരാ? ഭൂമി. സൃഷ്ടിയുടെ ക്രമം നോക്കിയാൽ തസ്മാദ്വാ യതസ്മാദാത്മനഃ ആകാശസംഭൂത ആകാശാദ്വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ അദ്ഭ്യഃ പൃഥിവി. വെള്ളത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്. അപ്പോൾ അംബുജ പറഞ്ഞ ഭൂമിദേവിയെ നോക്കി, ഞാൻ അങ്ങോട്ട് പോകട്ടോ കൃഷ്ണനായിട്ട്, നിനക്ക് എൻ്റെ പത്നിയായിട്ട് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം സത്രായത്തിൻ്റെ മകളായിട്ട് സത്യഭാമിയായിട്ട് ജനിച്ചോ. അംബുജേക്ഷണം ചതുർഭുജം, 4 കൈകൾ എന്നൊരർത്ഥം. ചതുർഭുക് എന്ന് പറഞ്ഞാൽ 4 വിഴുങ്ങുന്നവൻ. ഏതാ 4? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇതിനൊക്കെ വിഴുങ്ങി സുഷുപ്തിയിൽ അങ്ങനെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. നമ്മൾ ഉറങ്ങുമ്പോൾ എന്തേ ഉള്ളൂ? ആനന്ദം മാത്രം. അവിടെ ഒന്നുമില്ല, നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല, ഒന്നും കാണുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. താൻ സ്ത്രീയാണോ പുരുഷനാണോ പോലും, എത്ര വയസ്സായെന്ന്, എത്ര രൂപ ശമ്പളം വാങ്ങേണ്ട ഒന്നും എവിടെ ഇല്ല, സുഷുപ്തിയിലില്ല. അതാണ് ഭഗവാന്റെ സ്വരൂപം, ആനന്ദമാണെന്ന് കാണിക്കണം. ആനന്ദരൂപ ഭഗവൻ നയിതേ അവതാരേ. മരുമത്തൂർ അങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ, സാന്ദ്രാനന്ദാവബോധാത്മകം. അവസാനം നിർത്തുമ്പോഴും പരമാനന്ദ സന്തോഹ ലക്ഷ്മിയും. ഇപ്പം കൃഷ്ണാവതാരം പറയുമ്പോഴും ആനന്ദരൂപ എന്ന് പറഞ്ഞിട്ടാണ്. ഭാഗവത്തിൻ്റെ അതേ സമ്പ്രദായം. തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാരുദായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം. ആ കൗസ്തുഭത്തിൻ്റെ ഭാഗ്യം നോക്ക്, ഭഗവാന്റെ കഴുത്തിലിരിക്കാൻ പറ്റിയില്ലേ? ആ കൗസ്തുഭം കഴുത്തിലുള്ളത് കൊണ്ട് ഭഗവാന് ഭംഗി കൂടി എന്നല്ല, ഭഗവാന് കൗസ്തുഭത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കൗസ്തുഭം പറയാണ്, എന്നെ ഒന്ന് കഴുത്തിൽ വയ്ക്കുമോ, എന്താ എനിക്കൊന്ന് ഭംഗി കിട്ടാനാ. അങ്ങനെ ഭഗവാൻ എടുത്ത് കഴുത്തിൽ വെച്ചു. ഗളശോഭി കൗസ്തുഭം. ഭഗവാൻ ശോഭിച്ചു എന്നല്ല, ഭഗവാന്റെ കഴുത്തിലുള്ളത് കൊണ്ട് കൗസ്തുഭത്തിന് ഭംഗി കൂടി. നമ്മൾ പൊട്ട് തുറന്നത് പൊട്ടിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടല്ലേ? എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല, പൊട്ടിന് വേണ്ടിയിട്ട്. കമ്മലിടുന്നത് കമ്മലിന് വേണ്ടിയിട്ട്, അതിന് ഭംഗി കൂടാൻ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപം ദേവകി കാണുകയാണ്. നമുക്കൊന്ന് മനസ്സിൽ കാണാം. ഒന്ന് കണ്ണടച്ച് ഭഗവാന്റെ രൂപം ഒന്ന് കണ്ടാലോ. നീലമേഘശ്യാമളനായി ശംഖചക്ര ഗദാധാരിയായി നല്ല ചുമന്ന നിറത്തിലുള്ള ഭഗവാന്റെ ആ ഉള്ളംകാല്, വജ്രം അങ്കുശം മുതലായിട്ടുള്ള ചിഹ്നങ്ങൾ, ഭഗവാന്റെ ആ തിരുനഖങ്ങൾ. 10 ചന്ദ്രന്മാർ ഒരുമിച്ച് ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചിരിക്കുകയാണോ തോന്നും. ആകാശത്തിലുള്ള ചന്ദ്രൻ ഭഗവാന്റെ നഖം കണ്ട് ലജ്ജിച്ച് താഴത്തേക്ക് വീണ് പൊട്ടിച്ചിതറി 10 കഷ്ണങ്ങളായിട്ട് ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചിരിക്കുകയാണോ. ഉള്ളിലുള്ള ദുഃഖങ്ങളും ഇരുട്ടും നീങ്ങാൻ ഈ ചന്ദ്രകിരണം പോരെ, ഭഗവാന്റെ ആ തിരുനഖങ്ങൾ പോരെ. മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ പാദകമലം, പാദത്തിലണിഞ്ഞ ആ പാദസരം. പദഭജനം ശ്രേയ. പട്ടരിപ്പാട് പറയും, ആ പാദസരത്തിൻ്റെ ശബ്ദം എന്താ നിശ്ചണ്ടോ? നിങ്ങളൊക്കെ ശ്രേയസ്സാണ് ആഗ്രഹിക്കുന്നത്, ആനന്ദമാണ് ആഗ്രഹിക്കുന്നത്, ശാന്തിയാണ് ആഗ്രഹിക്കുന്നത്. വഴി ഞാൻ പറയട്ടെ. ഞാൻ ആശ്രയിച്ചതുപോലെ ഈ പാദത്തോട് ചേർന്നിരിക്കൂ. പദഭജനം ശ്രേയ എന്ന് പറയുന്ന ആ പാദസരം, സ്വർണ്ണ ചെപ്പ് കമഴ്ത്തി വെച്ചതുപോലെ ശോഭിക്കുന്ന ഭഗവാന്റെ കാലുമുട്ട്, പുരുഷാർത്ഥങ്ങളെ മൂടിവെച്ച ചെപ്പാണോ തോന്നും. ആ പാദത്തിലൊന്ന് വീണ് നമസ്കരിച്ചാൽ ശിരസിലേക്ക് പുരുഷാർത്ഥങ്ങൾ അങ്ങോട്ട് ചൊരിയും. ആശ്രയിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ തീർക്കുന്ന ഭഗവാന്റെ കാലുമുട്ട്, ഞൊറിഞ്ഞുടുത്ത മഞ്ഞപ്പട്ട്, അരയിൽ ചാർത്തിയ ആ അരഞ്ഞാണം, താമര പോലുള്ള ഭഗവാന്റെ ഉദരം, വക്ഷസ്ഥലം, അതിൽ ശോഭിക്കുന്ന ശ്രീവത്സം എന്ന മറുക്. ഭക്തന്റെ കാൽപ്പാട് ഞാൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കും, ഞാൻ ഭക്തൻ ഒരിക്കലും മറക്കില്ല എന്ന് കാണിക്കാൻ എല്ലാ അവതാരത്തിലും ശ്രീവത്സം ഉണ്ടാവും. വലംബരി ശംഖം പോലുള്ള ഭഗവാന്റെ കണ്ഠം, അതിലിറങ്ങി നിൽക്കുന്ന കൗസ്തുഭരത്നം, ആ കഴുത്തിലണിഞ്ഞ മുത്തുമാല, രത്നമാല, തുളസിമാല, വനമാല, മനോഹരങ്ങളായ 4 കൈകൾ, മരതകരത്നം പതിച്ച തൊളുവളകൾ, കയ്യിലണിഞ്ഞ സ്വർണ്ണവളകൾ, പിഞ്ചുവിരലുകൾ, അതിലണിഞ്ഞ മോതിരങ്ങൾ, ഒരു കുഞ്ഞു ശംഖ്, ചക്രം, ഗദാപത്മം, മനോഹരമായ ഭഗവാന്റെ കവിൾത്തടം, കാതിലണിഞ്ഞ ആ മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങൾ, അതിൻ്റെ പ്രഭയിൽ ഭഗവാന്റെ കവിൾത്തടം അങ്ങനെ കണ്ണാടി പോലെ പോരാ, കണ്ണാടി തോൽക്കും കവിൾത്തടം. ചെന്തുണ്ടിപ്പഴം പോലുള്ള ഭഗവാന്റെ ചുണ്ട്, പുഞ്ചിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ മുല്ലമുട്ട് പോലുള്ള ദന്തപംക്തി നമുക്ക് കാണാം. ആശ്രയിക്കുന്നവരുടെ സകല ദുഃഖങ്ങളും ഞാൻ തീർത്തു തരാം എന്നാണ് ആ പുഞ്ചിരിയുടെ അർത്ഥം. എള്ളനുപൂ പോലുള്ള ഭഗവാന്റെ തിരുനാസിക, കാരുണ്യം വഴിഞ്ഞൊതുകിടുന്ന ഭഗവാന്റെ നീണ്ട കണ്ണുകൾ, ചുവന്ന കണ്ണുകൾ, ഭക്തരെ തന്നെ നോക്കി 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 നീണ്ട ഭഗവാന്റെ ആ താമര പോലുള്ള കണ്ണുകൾ, കാരുണ്യമാകുന്ന സമുദ്രത്തിൽ നിന്ന് പൊന്തി വന്ന അല പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ പുരികം. നോക്കി നിന്നാൽ ആ അല നമ്മുടെ ഹൃദയത്തിലേക്ക് എങ്ങനെ വരും. നോട്ടം ഭഗവാൻ നമ്മളെയാണ് നോക്കുന്നത്, നമ്മുടെ മനസ്സാണ് നോക്കുന്നത്. നീണ്ട ഗോപിക്കുറി, സുഗന്ധ തൈലമൊക്കെ തടവിയ ഇടതൂർന്ന ചുരുണ്ട മുടി, അതിൽ ശോഭിക്കുന്ന ആ മയിൽപ്പീലി, അത് ഒതുക്കി നിർത്തിയ മന്ദാരമാല, ഈ ഭഗവാൻ രൂപം മനസ്സിൽ തെളിഞ്ഞു വന്നാൽ അവർ ഭാഗ്യവാന്മാർ, അവർ ധന്യർ.
ആ ഭഗവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആ ഭഗവാൻ നമ്മുടെ ഹൃദയമാകുന്ന ആ മധുരയിൽ അവതരിക്കട്ടെ. അവതരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വൃന്ദാവനം ഭഗവാന്റെ കളിസ്ഥലമായി മാറട്ടെ. അവതാര ഭാഗം പാരായണം ചെയ്യുന്നു, ശ്രദ്ധിച്ചിരിക്കുക. നിശീഥേ നമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീദ്യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശങ്കഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസോഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്വിഷ പരിഷുദ്ധ സഹസ്രകുണ്ടളം ഉദ്ദാമകാഞ്ജങ്കദകങ്കണാദിഭിർ വിരോചമാനം വസുദേവൈക്ഷതാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സ്വാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ 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 ഭോഗദാത്ത സുലഭ സുപുഷ്പഗന്ധ കളഭ ഭോഗദാത്ത സുലഭ സുപുഷ്പഗന്ധ കളഭ ഭോഗദാത്ത സുലഭ സുപുഷ്പഗന്ധ കളഭ കസ്തൂരി തിലക മഹിപാ മമ കാന്ത നന്ദ ഗോപകന്ദ സ്വാഗതം കൃഷ്ണ ഭോഗദാത്ത സുലഭ സുപുഷ്പഗന്ധ കളഭ കസ്തൂരി തിലക മഹിപാ മമ കാന്ത നന്ദ ഗോപകന്ദ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ 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 മുഷ്ടികാസൂര ചാണൂര മല്ല മല്ല വിശാല മധുസൂദന മുഷ്ടികാസൂര ചാണൂര മല്ല മല്ല വിശാല കുവലയ പീഡ മർദ്ദന കാളിയ നർത്തന ഗോകുല രക്ഷണ സകല സുലക്ഷണ ദേവാ മർദ്ദന കാളിയ നർത്തന ഗോകുല രക്ഷണ സകല സുലക്ഷണ ദേവാ ശിഷ്ട ജനപാല സങ്കൽപ്പ കൽപ്പ കൽപ്പ ശതകോൺ അസമ പരാഭവ ശിഷ്ട ജനപാല സങ്കൽപ്പ കൽപ്പ കൽപ്പ ശതകോൺ അസമ പരാഭവ ധീര മുനിജന വിഹാര മദന സുകുമാര ദൈത്യ സംഹാര ദേവ ധീര മുനിജന വിഹാര മദന സുകുമാര ദൈത്യ സംഹാര ദേവ മധുര മധുര രതി സാരസ സാഗസ വ്രജയുവനീ ജനമാനസ പൂജിത മധുര മധുര രതി സാരസ സാഗസ വ്രജയുവനീ ജനമാനസ പൂജിത സാന്തപ ഗരി പഗരി സദസ സരിഗ പദ സദ പഗരി പഗരി സദസ
സരി ഗഗ പദ സ പപ ഗരി പഗരി സദസ സരി ഗരി ഗപ ഗപദ സ പപ ഗരി പഗരി സദസ തത്തി തഗഞ്ഞ ദം തി തഗഞ്ഞ ദം തഗഞ്ഞ ദം പപ ഗരി പഗരി സദസ തത്തി തഗഞ്ഞ ദം തി തഗഞ്ഞ ദം തഗഞ്ഞ ദം പപ ഗരി പഗരി സദസ തകതരി മുക്കുന്ദന കിടതകധി 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 സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇക സ്വാഗതം കൃഷ്ണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നീലമേഘശ്യാമളം നിത്യസുന്ദരം നീലമേഘശ്യാമളം നിത്യസുന്ദരം നീലമേഘശ്യാമളം നിത്യസുന്ദരം നീലമേഘശ്യാമളം നിത്യസുന്ദരം നിർമാല്യദർശനം കാണേണമേ നിർമാല്യദർശനം കാണേണമേ നീലമേഘശ്യാമളം നിത്യസുന്ദരം നീലമേഘശ്യാമളം നിത്യസുന്ദരം നിർമാല്യദർശനം കാണേണമേ നിർമാല്യദർശനം കാണേണമേ നിർമാല്യദർശനം കാണേണമേ നിർമാല്യദർശനം കാണേണമേ നിർമാല്യദർശനം കാണേണമേ നിർമാല്യദർശനം കാണേണമേ എന്നും കാണേണമേ എന്നും കാണേണമേ കളഭചന്ദനവും കൗസ്തുഭകാരവും കളഭചന്ദനവും കൗസ്തുഭകാരവും കളഭചന്ദനവും കൗസ്തുഭകാരവും കളഭചന്ദനവും കൗസ്തുഭകാരവും കണ്ണുകൾക്കാനന്ദം നൽകിടുമേ കണ്ണുകൾക്കാനന്ദം നൽകിടുമേ കണ്ണുകൾക്കാനന്ദം നൽകിടുമേ കണ്ണുകൾക്കാനന്ദം നൽകിടുമേ കൃഷ്ണ നീലമേഘശ്യാമളം നിത്യസുന്ദരം നീലമേഘശ്യാമളം നിത്യസുന്ദരം നിർമാല്യദർശനം കാണേണമേ നിർമാല്യദർശനം കാണേണമേ വദനത്തിൽ മന്ദഹാസം നയനത്തിലെന്തു ഭാവം വദനത്തിൽ മന്ദഹാസം
നയനത്തിലെന്തു ഭാവം വദനത്തിൽ മന്ദഹാസം നയനത്തിലെന്തു ഭാവം വദനത്തിൽ മന്ദഹാസം നയനത്തിലെന്തു ഭാവം നെറ്റിയിൽ ചന്ദന കുറിയുമിട്ട് നെറ്റിയിൽ ചന്ദന കുറിയുമിട്ട് വദനത്തിൽ മന്ദഹാസം നയനത്തിലെന്തു ഭാവം വദനത്തിൽ മന്ദഹാസം നയനത്തിലെന്തു ഭാവം നെറ്റിയിൽ ചന്ദന കുറിയുമിട്ട് നെറ്റിയിൽ ചന്ദന കുറിയുമിട്ട് വേണുവും വെണ്ണയും കൈകളിലേന്തി വേണുവും വെണ്ണയും കൈകളിലേന്തി വേണുവും വെണ്ണയും കൈകളിലേന്തി വേണുവും വെണ്ണയും കൈകളിലേന്തി മഞ്ഞപ്പട്ടാടയും മറയിൽ ചുറ്റി മഞ്ഞപ്പട്ടാടയും മറയിൽ ചുറ്റി വേണുവും വെണ്ണയും കൈകളിലേന്തി വേണുവും വെണ്ണയും കൈകളിലേന്തി മഞ്ഞപ്പട്ടാടയും മറയിൽ ചുറ്റി മഞ്ഞപ്പട്ടാടയും അരയിൽ ചുറ്റി കാലിൽ ചിലങ്കയും കമലപാദത്തിൽ 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 ശ്രുതിയോടലയിക്കുന്നു സജ്ജനങ്ങൾ ശ്രുതിയോടലയിക്കുന്നു സജ്ജനങ്ങൾ ശ്രുതിയോടെ ലയിക്കുന്നു സജ്ജനങ്ങൾ ശ്രുതിയോടെ ലയിക്കുന്നു സജ്ജനങ്ങൾ കൃഷ്ണ നീലമേഘശ്യാമളം നിത്യസുന്ദരം നീലമേഘശ്യാമളം നിത്യസുന്ദരം നിർമാല്യദർശനം കാണേണമേ നിർമാല്യദർശനം കാണേണമേ മാധവ ഹരേ കൃഷ്ണ മധുരമോഹന മാധവ ഹരേ കൃഷ്ണ മധുരമോഹന ഗോകുലപാലന ദേവകീ നന്ദന ഗോകുലപാലന ദേവകീ നന്ദന വേണു വിനോദന പാപ വിമോചന വേണു വിനോദന പാപ വിമോചന മാധവ ഹരേ കൃഷ്ണ മധുരമോഹന മാധവ ഹരേ കൃഷ്ണ മധുരമോഹന രാധികാ ജീവന രാജീവനയന രാധികാ ജീവന രാജീവനയന രാധികാ ജീവന രാജീവനയന രാധികാ ജീവന രാജീവനയന നന്ദസുനന്ദന ഗോപീരമണ നന്ദസുനന്ദന ഗോപീരമണ മാധവ ഹരേ കൃഷ്ണ മധുരമോഹന മാധവ ഹരേ കൃഷ്ണ മധുരമോഹന ഭക്തകനുകൂലന ഭക്തഗോലാഹന ഭക്തകനുകൂലന ഭക്തഗോലാഹന ഗോലാഹന 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 ഗോലാഹന
കോലാഹല 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 കോല ഓ ഭക്തനുകൂലന ഭക്തകോലാഹല ഭക്തനുകൂലന ഭക്തകോലാഹല ഭക്തജന പ്രിയ ഭക്ത പരിപാലന ഭക്തജന പ്രിയ ഭക്ത പരിപാലന മാധവ ഹരേ കൃഷ്ണ മധുരമോഹന മാധവ ഹരേ കൃഷ്ണ മധുരമോഹന ഗോകുല പാലന ദേവകി നന്ദന ഗോകുല പാലന ദേവകീ നന്ദന സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ